ഹായ്, നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിലെ 14ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ നെയിം ബയോമോളിക്യൂൾ. ആ വാക്ക് തന്നെ ഉണ്ട്, ബയോ ലൈഫുമായി ബന്ധപ്പെട്ടത്, മോളിക്യൂൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതും ജീവൻ്റെ ആവശ്യമായ മോളിക്യൂളുകളെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ബയോമോളിക്യൂൾസ് ആർ the organic compound which build up living organism and are required for their growth and maintenance. എന്താണ് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തെ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളതും നമ്മുടെ ഗ്രോത്തിനും മെയിൻ്റനൻസിനും ആവശ്യവുമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണ് ബയോമോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. ഈ ബയോമോളിക്യൂളുകളിൽ പ്രധാനപ്പെട്ടവ ഒന്ന് കാർബോഹൈഡ്രേറ്റ്, മറ്റൊന്ന് അമിനോ ആസിഡ്സ്, മറ്റൊന്ന് പ്രോട്ടീൻ, മറ്റൊന്ന് ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ്, ഹോർമോൺസ്, അതേപോലെ ഇതിൽ എൻസൈംസ് ഇതൊക്കെ വരുന്നുണ്ട്, എൻസൈംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ പറ്റി പഠിച്ചാലോ. കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും. കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സുകളാണ് നമ്മൾ ദൈനംദിനം കഴിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ സംഭവങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ. ഈ വാക്ക് തന്നെ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്. ദീസ് ആർ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്ന പോലെ ഉണ്ട്. ആക്ച്വലി കാർബോഹൈഡ്രേറ്റ് കെമിക്കലി പറയുകയാണെങ്കിൽ ദീസ് ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്, പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് or ketone, polyhydroxy aldehyde or ketone. അല്ലെങ്കിലോ നോക്കൂ, ഇവ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡുകളോ കീറ്റോണോ ആണ്. ഓർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് ക്യാൻ ഗീവ് ദീസ് ഓൺ ഹൈഡ്രോളിസിസ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ തരാൻ കഴിവുള്ളവരെയും നമ്മൾ എന്ത് വിളിക്കും? കാർബോഹൈഡ്രേറ്റുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഞാനിതിൽ ഏറ്റവും ചെറിയ മെമ്പറിനെ ജസ്റ്റ് ഒന്ന് വരച്ചോട്ടെ. പോളി എന്ന് പറയണമെങ്കിൽ നമുക്ക് മിനിമം 2 OH വേണ്ടേ? ഒരു OH ഉള്ളതിന് നമ്മൾ പോളി എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് വരയ്ക്കട്ടെ. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് വരച്ചു. ഇനി ഈ കാർബണിൽ ഒരു OH-ഉം ഈ കാർബണിൽ ഒരു OH-ഉം കൊടുത്തു. കണ്ടാ, ഇതിപ്പോൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡായി. ഇതാണ് ഏറ്റവും ചെറിയ എന്ത് കാർബോഹൈഡ്രേറ്റ് എമംഗ് ആൽഡിഹൈഡ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതാണ് ഗ്ലിസറാൽഡിഹൈഡ് എന്നറിയപ്പെടുന്ന കക്ഷി. ഗ്ലിസറാൽഡിഹൈഡ്. ഗ്ലിസറാൽഡിഹൈഡ് നിങ്ങൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഇതിൻ്റെ കീറ്റോൺ, ഏറ്റവും ചെറിയ കീറ്റോൺ, ദാറ്റ് ഈസ് പോളിഹൈഡ്രോക്സി കീറ്റോൺ ഏതാണ്? അഥവാ എന്തായിട്ടുള്ള ബയോമോളിക്യൂളായിട്ട് കാണപ്പെടുന്നത് ഇതാണ്. ഡൈഹൈഡ്രോക്സി അസറ്റോൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. Except this particular compound, all carbohydrates are optically active. So സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയാറുണ്ട്, carbohydrates are polyhydroxy optically active compound which containing polyhydroxy aldehydic or ketonic group. അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യാറുണ്ട്. നമുക്കിതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിന് മുൻപായിട്ടൊരു കാര്യം കൂടി ജസ്റ്റ് പറയാനുണ്ട്. കാർബോഹൈഡ്രേറ്റുകളുടെ ജനറൽ ഫോർമുല CnH2OM എന്നാണ്. CnH2OM ടൈംസ് എന്നാണ്. വേർ N and M are two numbers. ഇതിൽ ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ എഴുതിയത്. എങ്ങനെയുണ്ട്? C3H2O ത്രൈസ്. കണ്ടോ, ഇതിൻ്റെ ഫോർമുല ഇതാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോർമുല. ഇതിപ്പോൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ ആവാം, രണ്ടിനും ഒരേ ഫോർമുല തന്നെയാണ് ഉണ്ടാവുക. നമുക്കറിയാം ആൽഡിഹൈഡും കീറ്റോണും ഫങ്ഷണൽ ഐസോമറുകളാണല്ലോ. അപ്പോൾ ഇതേ ഫോർമുലയിൽ ആൽഡിഹൈഡും ഉണ്ടാവും, കീറ്റോണും ഉണ്ടാവും. സി, ഇത് രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, അത് ഇതാണ്. ഇനി സാധാരണ ഈ മൂന്നും ഒന്ന് തന്നെ വന്നോളന്നില്ല. ഐ മീൻ ഈ നമ്പറുകൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ നമ്പറും എപ്പോഴും സെയിം ആയിക്കൊള്ളുന്നില്ല. ഇത്തരം ആളുകളുണ്ടല്ലോ, അപ്പോൾ ഇവർ പേരാണ് മോണോസാക്രൈഡുകൾ. ഇവർക്ക് N=M തന്നെയാണ് വരിക. എന്നാൽ ഡൈസാക്രൈഡ് ആകുമ്പോൾ N=M+1 വരും. ട്രൈസാക്രൈഡ് ആകുമ്പോൾ അതിനനുസരിച്ച് മാറി വരും. ഓക്കെ, യെസ്. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോർമുല ഉണ്ടായത് കൊണ്ട്, CnH2OM ടൈംസ് എന്ന ഈ ഫോർമുല ഉണ്ടായത് കൊണ്ട് എല്ലാ മോളിക്യൂളും കാർബോഹൈഡ്രേറ്റുകളാവണമെന്ന് നിർബന്ധമില്ല. ഇനി ഈ ഫോർമുല ഇല്ലാത്തത് കൊണ്ട് കാർബോഹൈഡ്രേറ്റുകളാകാൻ പറ്റായിക വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഈ ഫോർമുല ഉള്ള സാധാരണ കാർബോഹൈഡ്രേറ്റുകൾക്കെല്ലാം ഈ ഫോർമുലയാണ് ഉള്ളത്. മോസ്റ്റ് ഓഫ് ദം ഹാവ് ദിസ് ഫോർമുല. ബട്ട് ഈ ഫോർമുല ഉണ്ടായിരുന്നിട്ടും കാർബോഹൈഡ്രേറ്റ് ആകാൻ പറ്റാത്തവരുണ്ട്. അതേ സ്ഥാനത്ത് ഈ ഫോർമുല ഇല്ലാതിരുന്നിട്ടും കാർബോഹൈഡ്രേറ്റുകൾ ആയവരുമുണ്ട്. ഞാൻ ജസ്റ്റ് അവരെ പറ്റിയെന്ന് പറയട്ടെ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണല്ലോ ഓക്സാലിക് ആസിഡ്.
C2H2O ട്വൈസ് എന്നാണ് ഓക്സാലിക് ആസിഡിൻ്റെ ജനറൽ ഫോർമുല. അത് ഈ ഫോർമുലയിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ബട്ട് ദിസ് ഇസ് നോട്ട് എ കാർബോഹൈഡ്രേറ്റ്, കാരണം ഇതിൽ പോളി ഹൈഡ്രോക്സി ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പും ഒന്നുമില്ല. ഇത് ഓക്സാലിക് ആസിഡാണ്. ഓക്കെ, എന്ന പോലെ തന്നെ നിങ്ങൾ വളരെ ഫെമിലിയർ ആണ് DNA-യുടെ സ്ട്രക്ചറും RNA-യുടെ സ്ട്രക്ചറും ഒക്കെ. അവിടെ DNA-യുടെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിനകത്ത് പെൻറ്റോസ് ഷുഗർ ആണെന്നുള്ളത് ഓർക്കുന്നുണ്ടല്ലോ. പെൻറ്റോസ് ഷുഗർ ആകുമ്പോൾ C5H2O 5 ടൈംസ് ആണ് വേണ്ടത്. ഓക്കെ, എന്നാൽ ഇതാണ് ഒറിജിനൽ റൈബോസ് എങ്കിൽ DNA-യിൽ കാണപ്പെടുന്ന റൈബോസ് ഡീഓക്സി റൈബോസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജന്റെ എണ്ണം കുറവുണ്ട്. ദാറ്റ് മീൻസ് ഫോർമുല റൈബോസിൻ്റേത് വന്നിട്ടുള്ളത് C4H10O ഈ 4 അല്ല C5H10O5 എന്നാണ്. എന്നാൽ ഈ ഫോർമുലയല്ല ആർക്കുള്ളത്? ഡിയോക്സി റൈബോസിനുള്ളത്. ഡിയോക്സി റൈബോസിൻ്റെ ഫോർമുല C5H10O4 എന്നാണ്. കണ്ടോ, ഈ ഫോർമുല ഫിറ്റ് ചെയ്യുന്നുണ്ടോ ഇവർ? ഈ ഫോർമുല ഡിയോക്സി റൈബോസ് ഈ ഫോർമുല ഫിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്റ്റിൽ ഇതെന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. സോ ഡിയോക്സി റൈബോസ് ഫോർമുല ഫിറ്റ് ചെയ്യാത്ത കാർബോഹൈഡ്രേറ്റ് ആണ്. സോ ഡിയോക്സി റൈബോസ് ഈ ഫോർമുല ഫിറ്റ് ചെയ്യുന്നില്ല എന്നിരുന്നിട്ടും അതെന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതേപോലെ തന്നെയാണ് റാംനോസിന്റെ ഫോർമുല എന്താണെന്ന് അറിയോ? C6H12O5 എന്നാണ്. ശരിക്കും വരേണ്ടിയിരുന്നത് എന്താണ്? C6H12O6 എന്നാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാലും അത് എന്താണ്? അത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. സോ കൺക്ലൂഷൻ, ഈ ഫോർമുല ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇനി ആ ഫോർമുല ഉണ്ടാവാതിരുന്നാലും കാർബോഹൈഡ്രേറ്റ് ആവാം, ഉണ്ടായിട്ട് കാർബോഹൈഡ്രേറ്റ് ആവാതെയും ഇരിക്കാം. പക്ഷെ ജനറലി മോസ്റ്റ് ഓഫ് ദ കോമ്പൗണ്ട്സ് ഹാവ് ദിസ് ജനറൽ ഫോർമുല. ഓക്കെ, യെസ്. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാം. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്ന മോഡുകളെ പറ്റി പറയാം. കാർബോഹൈഡ്രേറ്റുകളെ നമുക്ക് അവയുടെ ഹൈഡ്രോളിസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ്റെ സാധ്യതകൾ ഞാൻ പറഞ്ഞോട്ടെ. കാർബോഹൈഡ്രേറ്റുകളെ പ്രധാനമായും 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മോണോമറിക് യൂണിറ്റിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹൈഡ്രോളിസിസ് നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. 2, അവരുടെ റെഡ്യൂസിങ് പവറിൻ്റെ അടിസ്ഥാനത്തിൽ. 3, അവരുടെ ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഷുഗർ ആൻഡ് നോൺ ഷുഗർ എന്ന് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് നമുക്കതിൽ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഹൈഡ്രോളിസിസ് അതിൽ പോവാം. നമുക്ക് 3 രീതിയിലാണ് ഹൈഡ്രോളിസിസ് നാച്ചുറൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. Carbohydrates can be classified into 3 categories based on their hydrolysis behavior. ഒന്നാണ് മോണോസാക്കറൈഡ്, 2 ഒലിഗോസാക്കറൈഡ്, 3 പോളിസാക്കറൈഡ്. എന്താണ് മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇതാണ് സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ് വിച്ച് കനോട്ട് ബി ഫർദർ ഹൈഡ്രോലൈസ്ഡ് ആർ കോൾഡ് മോണോസാക്കറൈഡ്. എന്നാൽ എന്താണ് ഒലിഗോസാക്കറൈഡ്? ഒലിഗോസാക്കറൈഡ്സ് ആർ ദ കാർബോഹൈഡ്രേറ്റ് വിച്ച് ക്യാൻ ഗീവ് 2 to 10 അല്ലെങ്കിൽ 2 to 9 കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്. 10ന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ അതിന് പോളിസാക്കറൈഡ് എന്നാണ്. 10 വരെ ആകുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് ഒലിഗോസാക്കറൈഡ്. എന്നാൽ പോളിസാക്കറൈഡ് എന്ന് പറയുമ്പോൾ ലാർജ് ഒരുപാട് തരുന്ന ആൾക്കാരാണ്. ദാറ്റ് ഗീവ്സ് n നമ്പർ ഓഫ് മോണോമറിക് യൂണിറ്റ് ബൈ ഹൈഡ്രോളിസിസ്. സോ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മോണോമറിക് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ മോണോസാക്കറൈഡ് യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മോണോസാക്കറൈഡ് എന്നും ഒലിഗോസാക്കറൈഡ് എന്നും പോളിസാക്കറൈഡ് എന്നും വിളിക്കാം. അതിൽ ഒന്നാണല്ലോ മോണോസാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ നോ മോർ ഹൈഡ്രോളിസിസ് അല്ലേ? ഹൈഡ്രോളിസിസ് ചെയ്ത പ്രോഡക്റ്റ് ഇല്ല. എക്സാമ്പിളാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും തുടങ്ങിയ ആളുകൾ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ട് ഈ മോണോസാക്കറൈഡിനെ പറ്റി മാത്രം പഠിക്കാനുള്ള ടോപ്പിക് വരുമ്പോൾ കിട്ടും. മറ്റൊന്നാണ് ഒലിഗോസാക്കറൈഡ്. ഒലിഗോസാക്കറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 വരേക്കും ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ 10 വരെ പ്രോഡക്റ്റുകളാണ് അവർ തരിക. അതിൽ 2 എണ്ണം ആകുമ്പോൾ നമ്മൾ അതിനെ ഡൈസാക്കറൈഡ് എന്നും, 3 എണ്ണം ആകുമ്പോൾ നമ്മൾ അതിനെ ട്രൈസാക്കറൈഡ് എന്നും, 4 എണ്ണം ആകുമ്പോൾ നമ്മൾ അതിനെ ടെട്രാസാക്കറൈഡ് എന്നൊക്കെ വിളിക്കും. അതിൽ ഡൈസാക്കറൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് ഒന്ന് സുക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. മറ്റൊരു എക്സാമ്പിളാണ് മാൾട്ടോസ് ഹൈഡ്രോളിസ് ചെയ്ത് എന്താ കിട്ടുക? ഗ്ലൂക്കോസും. മറ്റൊരു എക്സാമ്പിളാണ് ലാക്ടോസ് ഹൈഡ്രോളിസിസ് ചെയ്ത് എന്താ കിട്ടുക? ഗ്ലൂക്കോസും ഗാലക്ടോസും. കണ്ടോ, ഈ കാണിച്ച മോണോസാക്കറൈഡുകളെല്ലാം
ഈ കാണിച്ച ഡൈസാക്രൈഡുകളെല്ലാം ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 സാക്രൈഡ് യൂണിറ്റുകളാണ്. അതുകൊണ്ടാണ് അവരെ ഡൈസാക്രൈഡ് എന്ന് വിളിച്ചത്. ഇനി നോക്കണേ, ട്രൈസാക്രൈഡ് ആണെങ്കിൽ എക്സാമ്പിൾ നോക്കൂ, റാഫിനോസ്. ട്രൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ് റാഫിനോസ്. റാഫിനോസ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട്, ഒന്നായി. ഫ്രക്ടോസ് കിട്ടുന്നുണ്ട്, മറ്റൊന്നായി. ഗാലക്ടോസ് കിട്ടുന്നുണ്ട്, മൂന്നാമത്തതുമായി. സോ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ 3 യൂണിറ്റുകൾ തരാൻ കഴിവുള്ള ആളുകളാണ് ട്രൈസാക്രൈഡ്സ്. അതേപോലെ 4 തരുന്നവർക്കുള്ള പേരാണ് ടെട്രാസാക്രൈഡ്. എക്സാമ്പിൾ സ്റ്റാക്കിറോസ്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 1 ഗ്ലൂക്കോസ്, 1 ഫ്രക്ടോസ്, 2 ഗാലക്ടോസ്. സോ അവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 4 മോണോസാക്രൈഡ് യൂണിറ്റ് ഉണ്ട്. ആർ യു ക്ലിയർ? യെസ്. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി ആണല്ലോ പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സ് എന്നാൽ എന്ത്? ദേ ഗിവ് ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ് ഓൺ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ തരും, N ടൈപ്സ് തരും. എക്സാമ്പിൾ സ്റ്റാർച്ച്, വളരെ ഫെമിലിയർ ആണല്ലോ. സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റാർച്ചും ഗ്ലൈക്കോജനും പ്ലാന്റ്സിലും അനിമൽസിലുള്ള 2 സ്റ്റോറേജ് പോളിസാക്രൈഡുകളാണ്. സ്റ്റാർച്ച് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസുകൾ കുറേ തരും, അഥവാ ഗ്ലൂക്കോസ് യൂണിറ്റുകൾ കുറേ എണ്ണം തരും. 1, 2, 3, 4 എന്നല്ല, കുറേ തരും. അതേപോലെ സെല്ലുലോസ് ആണെങ്കിലും തന്നെ N നമ്പർ ഓഫ് ഗ്ലൂക്കോസുകൾ തരും. ഈ ആൽഫ എന്താണ്, ബീറ്റ എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീട് നമ്മൾ പഠിക്കും. ഇതിലേക്കൊന്നും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഈ മോണോസാക്രൈഡിൻ്റെ പേര് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതേപോലെ ഇനുലിൻ മറ്റൊരു പോളിസാക്രൈഡ് ആണ്, ദാറ്റ് ഗീവ്സ് N നമ്പർ ഓഫ് ഫ്രക്ടോസ്. ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദെയർ ഹൈഡ്രോളിസിസ് ബിഹേവിയറിൽ പറയാനുള്ളത്. വളരെ എളുപ്പമാണ്. ഇനി മറ്റൊരു ടോപ്പിക്, ക്ലാസിഫിക്കേഷൻ ആസ് ഷുഗർ ആൻഡ് നോൺ ഷുഗർ. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, വാട്ടർ സൊലുബിൾ ക്രിസ്റ്റലൈൻ കാർബോഹൈഡ്രേറ്റിന് സ്വീറ്റ് ടേസ്റ്റ് ആണുള്ളത്. അവരെ വിളിക്കുന്ന പേരാണ് ഷുഗർ. സോ ഷുഗർ എന്ന് പറയുമ്പോൾ അത് വാട്ടർ സൊലുബിൾ ആകും, അത് ക്രിസ്റ്റലൈൻ ആകും. വാട്ടർ സൊലുബിൾ ക്രിസ്റ്റലൈൻ കാർബോഹൈഡ്രേറ്റ് which are sweet in taste are called sugar. എന്നാൽ നേരെ തിരിച്ച് വാട്ടർ ഇൻസൊലുബിൾ അമോർഫസ് സോളിഡുകൾ ആണെങ്കിൽ അവർക്ക് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. അവരെ വിളിക്കുന്ന പേരാണെന്ത്? നോൺ ഷുഗേഴ്സ്. സാധാരണ all monosaccharides and disaccharides, എല്ലാ മോണോസാക്രൈഡും ഡൈസാക്രൈഡ്സും ഷുഗറാണ്. എന്നാൽ പോളിസാക്രൈഡുകളാണ് നമ്മൾ എന്തിൽ പറയാം? നോൺ ഷുഗറിൽ പറയാം. സോ ഓൾ മോണോസാക്രൈഡ് ആൻഡ് ഡൈസാക്രൈഡ്സ് കമ്മിങ് അണ്ടർ ദ ഹെഡിങ് ഷുഗേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ റെഡ്യൂസിങ് ഷുഗർ, നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നുള്ള പേര് നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉപയോഗിക്കാൻ കാരണം ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. ഷുഗർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ ശരിക്കും മീനിങ് വരുന്നത് ഈ പറയപ്പെടുന്ന മോണോസാക്രൈഡുകളെയും ഡൈസാക്രൈഡുകളും മാത്രമേ പറയാൻ പാടുള്ളൂ. അവരാണ് വാട്ടർ സൊലുബിൾ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്, അവർക്കാണ് സ്വീറ്റ് ടേസ്റ്റ് ഉള്ളത്. എന്നാൽ സ്വീറ്റ് ടേസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണ് നോൺ ഷുഗർ എന്ന് പറയുന്നത്. സോ ദേ ആർ വാട്ടർ ഇൻസൊലുബിൾ ആൻഡ് അമോർഫസ്. എക്സാമ്പിളാണ് പോളിസാക്രൈഡുകൾ. ഓക്കെ. ഇനി സാധാരണ ഈ ഷുഗറിൻ്റെ പേര് അവസാനിക്കുന്നുണ്ടാവുക ഓസിലായിരിക്കും. ഓസ്, ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ്, മാനോസ്. അതിൽ സെല്ലുലോസ് ഒരു എക്സെപ്ഷനാണ്. സെല്ലുലോസ് എന്നുള്ളത് ഓസിലാണ് അവസാനിക്കുന്നതെങ്കിലും തന്നെ അതൊരു നോൺ ഷുഗറാണ്. മനസ്സിലായോ? നമ്മൾ സാധാരണ എന്താ പറയുക, മോണോസാക്രൈഡുകളും ഡൈസാക്രൈഡുകളൊക്കെ പറയുമ്പോൾ അവിടെ എല്ലാം പേര് അവസാനിക്കുക ഓസ് എന്നായിരിക്കും. എല്ലാം നിർബന്ധമല്ല. ഇപ്പോൾ ഗ്ലിസറാൾഡിഹൈഡിന് ഓസ് ഇല്ല. സാധാരണ പറയുമ്പോൾ ഇപ്പോൾ നോക്കിക്കോ, ലാക്ടോസ്, മാൾട്ടോസ്, അല്ലേ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഇഡോസ്, അൾട്ടോസ്, അല്ലോസ്, അങ്ങനെ പറഞ്ഞ് കുറേ ഡൈ ആൻഡ് മോണോസാക്രൈഡുകളുണ്ട്. അവരെല്ലാം ഓസിലാണ് അവസാനിക്കുന്നത്. എന്നാൽ പോളിസാക്രൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ പേര് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ഇനുലിൻ എന്നൊക്കെയാണ്. അവിടെ സെല്ലുലോസ് ഒരു എക്സെപ്ഷനായി വന്നിട്ടുണ്ട്. അത് ഓസിൽ അവസാനിക്കുന്നുണ്ടെങ്കിലും തന്നെ അതൊരു ഷുഗറാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ്, ഇനി റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. സി, all those carbohydrates which can reduce filling solution and a tolerance reagent are called the reducing sugars. See, നമ്മൾ ആൽഡിഹൈഡ് എന്ന ചാപ്റ്ററിൽ പഠിച്ചുവല്ലോ, ടോളറൻസ് റിയേജൻറ്റും ഫില്ലിംഗ് സൊല്യൂഷനും ഒക്കെ നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ്. നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് അല്ല, മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റുകളാണ്. എന്തായിരുന്നു ആ ഓക്സിഡൈസിങ് ഏജൻറ്റുകളുടെ പ്രത്യേകത? ആൽഡിഹൈഡിനെ അവർ ഓക്സിഡൈസ് ചെയ്യും, കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യില്ല, അല്ലേ? ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ടോളറൻസ് റിയേജൻറ്റും ഫില്ലിംഗ് സൊല്യൂഷനും ബെനഡിക്ട് ടെസ്റ്റും ഷിഫ്റ്റ് ടെസ്റ്റുകളൊക്കെ ആയിരുന്നല്ലോ. അതിൽ കാർബോഹൈഡ്രേറ്റുകൾക്ക്
കുറേ ആൾക്കാർക്ക് ഈ ഫില്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജൻറ്റിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഫില്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അവരെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. റെഡ്യൂസിങ് ഷുഗേഴ്സ്. അവരെ റെഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരുടെ പേരാണ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, all monosaccharides and disaccharides are reducing sugars. See, നോക്കണേ, all monosaccharides and disaccharides are reducing sugars except sucrose. വരുന്നുണ്ട്. എന്തുകൊണ്ട് സുക്രോസ് പറ്റുന്നില്ല എന്നുള്ളത് നോക്കിക്കോ. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. all monosaccharides and disaccharides എന്ന് വൃത്തിയിൽ എഴുതാം അല്ലേ? and disaccharides, all monosaccharides and disaccharides except sucrose are reducing sugars. Okay, എല്ലാ മോണോസാക്കറൈഡും എല്ലാ ഡൈസാക്കറൈഡും റെഡ്യൂസിങ് ഷുഗർ ആണ് എക്സെപ്റ്റ് സുക്രോസ്. സുക്രോസ് എന്തുകൊണ്ട് എക്സെപ്റ്റ് ആയി എന്നുള്ളത് പിന്നീട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളത് കാണാൻ പഠിച്ചു വെക്കുക. ഞാൻ സുക്രോസിനെ പറ്റി വിശദീകരിക്കുമ്പോൾ അത് വ്യക്തമായി പറയും. ഇനി ഇവിടെ ഒരു ചോദ്യം ഉള്ളത്, സാർ ഓൾ മോണോസാക്കറൈഡ് എന്ന് പറയുമ്പോൾ മോണോസാക്കറൈഡിനകത്ത് ഫ്രക്ടോസ് പോലത്തെ കീറ്റോണുകളും ഉണ്ടല്ലോ. എന്താണ് നമ്മൾ കാർബോഹൈഡ്രേറ്റുകളുടെ ഡെഫിനിഷൻ പറഞ്ഞത്? ആൽഡിഹൈഡ്, പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്നാണ്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്ന് പറയുമ്പോൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്ക്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതിയേ ഉള്ളൂ. ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതാ ഇവിടെ OH ഉണ്ട്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് 5 കാർബൺ ഉണ്ടായതുകൊണ്ട് ഇതാണ് എന്താണ് റൈബോസ് ആണ്. കൂടുതൽ നിങ്ങൾ പേരിലേക്കൊക്കെ വരാൻ വരട്ടെ. ഇതിപ്പോൾ ആൽഡിഹൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസിങ് ഷുഗർ ആണെന്ന് അംഗീകരിക്കുന്നതിൽ നമുക്ക് സംശയമില്ല. എന്നാൽ ഇതേ മോളിക്യൂളിൻ്റെ കീറ്റോണിക് ഫോം അഥവാ റിബുലോസ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവിടെയാണ് കീറ്റോൺ, ബാക്കി OH H ഇങ്ങനെയാണ് വരുന്നത്. ഇത് കീറ്റോൺ അല്ലേ? ഇത് മോണോസാക്കറൈഡ് ആണ്, ഇത് കീറ്റോണുമാണ്. കീറ്റോൺ ആയിട്ടുള്ള ഇയാൾക്ക് എങ്ങനെയാണ് ടോളറൻസ് റിയേജൻറ്റിനെയും ഫില്ലിംഗ് സൊല്യൂഷനെയും റെഡ്യൂസ് ചെയ്യാൻ കഴിയുക? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ ടോളറൻസ് റിയേജൻറ്റിന് കഴിയില്ല. സാധാരണ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യാൻ ടോളറൻസ് റിയേജൻറ്റിന് കഴിയില്ല. പിന്നെയോ, കീറ്റോണിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പോളിഹൈഡ്രോക്സി ഗ്രൂപ്പുകൾ വേണം. ഇത്തരം ഗ്രൂപ്പുകൾ ഉള്ളവരാണ് റെഡ്യൂസ് ചെയ്യപ്പെടുക. ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് റെഡ്യൂസിങ് ആണെന്ന് പറയുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ ഇതാരാണ്? കീറ്റോൺ ആണ്. ഇത് റെഡ്യൂസിങ് ആണോ? റെഡ്യൂസിങ് ആവാൻ പാടില്ലല്ലോ കീറ്റോൺ അല്ലേ? എന്നാൽ കീറ്റോൺ ആണെങ്കിലും ഇത് റെഡ്യൂസിങ് ആണ്, ഇത് മോണോസാക്കറൈഡ് ആണ്. അതുകൊണ്ടാണ് ഓൾ മോണോസാക്കറൈഡ്സ് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ് വിളിക്കുന്നത്. അപ്പോൾ സാറ് കീറ്റോൺസ് എങ്ങനെയാണ് ഫില്ലിംഗ് സൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് ബിക്കോസ് ഈ ഫില്ലിംഗ് ടെസ്റ്റ് ആണെങ്കിലും ടോളറൻസ് ടെസ്റ്റ് ആണെങ്കിലും കണ്ടക്ട് ചെയ്യുന്നത് ബേസിക് മീഡിയത്തിലാണ്. ബേസിക് മീഡിയത്തിൽ ഇത്തരം ഹൈഡ്രോക്സി ഗ്രൂപ്പുകളുള്ള കീറ്റോണ് undergoes internal enolization to change into aldehydes. അഥവാ ഈ കീറ്റോണിക് ഫോമിലുള്ള ഇയാൾ റീഅറേഞ്ച് ചെയ്യും, ഈനോളൈസ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ആൽഡിഹൈഡിക് ഫോമിലായിട്ട് മാറും ബേസിക് മീഡിയത്തിൽ. അതുകൊണ്ടാണ് ഇത്തരം ആളുകളും ടോളറൻസ് ടെസ്റ്റ് തരുന്നത്. കാരണം ടോളറൻസ് റിയേജൻ്റ് ആഡ് ചെയ്യുന്ന മീഡിയത്തിൽ അയാൾ കീറ്റോൺ ആയിട്ടല്ല നിലനിൽക്കുക, ആൽഡിഹൈഡ് ആയിട്ടാണ് നിലനിൽക്കുക. ഇറ്റ് വാസ് സ്റ്റഡീഡ് ബൈ ലോബ്രി ഡി ബ്രൂയിൻ വാൻ എക്കൻസ്റ്റൈൻ എന്ന സയൻറ്റിസ്റ്റ്. അതുകൊണ്ട് ഈ റീഅറേഞ്ച്മെൻറ്റിനെ വാൻ എക്കൻസ്റ്റൈൻ റീഅറേഞ്ച്മെൻറ്റ് എന്നാണ് വിളിക്കുക. അതിൻ്റെ ഒരു ഫോമാണ് കാണിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്രക്ടോസ് പോലത്തെ ഏതെങ്കിലും കീറ്റോസ് അതിൻ്റെ നോക്കൂ, ഈ ആൽഫ ഹൈഡ്രജൻ മീൻസ് ഈ കാർബൺ ഈ ആൽഫ ഹൈഡ്രജൻ ദാറ്റ് മീൻസ് ടെർമിനൽ ആൽഫ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓക്സിജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ഇവിടുന്ന് പുറത്തേക്ക് വന്നല്ലോ, ആ ഹൈഡ്രജൻ വന്നിട്ട് ഈ ഓക്സിജനെ ജോയിൻ ചെയ്യും. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. തൽഫലമായി ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാകും. ആ മൾട്ടിപ്പിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ ഓക്സിജനിൽ നിന്ന് പുറത്തേക്ക് ചാടും. അപ്പോൾ ആ മോളിക്യൂൾ എന്തായി മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും.
ഗ്ലൂക്കോസ് ഇതിപ്പോൾ പ്ലാനാർ സ്ട്രക്ചർ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെൻറ്റ് സാധ്യമായതുകൊണ്ട് ആ ഭാഗത്തേക്കും വായിച്ചു വരാം, ഈ ഭാഗത്തേക്കും വായിച്ചു വരാം. അതുകൊണ്ട് നമുക്ക് ഗ്ലൂക്കോസും മാനോസുമായി മാറുന്നു. ഇൻ ഷോർട്ട് ആൽഡിഹൈഡുകളായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ ബേസിക് മീഡിയത്തിൽ കീറ്റോസുകൾ കീറ്റോസായിട്ട് നിൽക്കാതെ എന്തായിട്ടാണ് നിൽക്കുന്നത്? ആൽഡിഹൈഡുകളായിട്ടാണ് നിൽക്കുന്നത്. അതിനാലാണ് ഇവർ മോണോസാക്കറൈഡ് കീറ്റോൺ ആണെങ്കിൽ പോലും ഈ പറയപ്പെട്ട സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഫില്ലിംഗ് സൊല്യൂഷൻ ടോളറൻസ് റിയേജൻറ്റ് അവിടെ ഞാൻ ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജൻ്റാണ് ബ്രോമിൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ബ്രോമിൻ എല്ലാ മോണോസാക്രൈഡുകളും റെഡ്യൂസ് ചെയ്യും, ആൽഡിഹൈഡ് ആയിട്ടുള്ളവരെ മാത്രം. കീറ്റോൺ ആയിട്ടുള്ള മോണോസാക്രൈഡുകൾ റെഡ്യൂസ് ചെയ്യാൻ ബ്രോമിന് കഴിയില്ല. സോ പ്രത്യേകം എന്താ പറയുക, ഫില്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് സൊല്യൂഷനും അല്ലെങ്കിൽ റിയേജൻ എന്നൊക്കെ പ്രത്യേകം പറയാൻ കാരണം അവ ബേസിക് മീഡിയത്തിലായതുകൊണ്ട് ഈ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് എല്ലാവരും ആൽഡിഹൈഡിക് ഫോമിലേക്ക് വരുന്നത് കൊണ്ട് റെഡ്യൂസ് ചെയ്യും. സോ ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് കീറ്റോസുകൾക്ക് പറ്റില്ല, അഥവാ നമ്മുടെ മോണോസാക്രൈഡ് കണ്ടെയ്നിങ് കീറ്റോണിക് ഗ്രൂപ്പുള്ളവർക്ക് പറ്റില്ല. ക്ലിയർ ആണോ? സോ കൺക്ലൂഡ് ചെയ്യട്ടെ. റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദോസ് കാർബോഹൈഡ്രേറ്റ് വിച്ച് റെഡ്യൂസ് ഫില്ലിംഗ് സൊല്യൂഷൻ ആൻഡ് ടോളറൻസ് റിയേജന്റ് ആർ കോൾഡ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. എക്സാമ്പിൾ ഓൾ മോണോസാക്രൈഡ് ആൻഡ് ഡൈസാക്രൈഡ് എക്സെപ്റ്റ് സുക്രോസ്. എന്തുകൊണ്ട് സുക്രോസ് ആവുന്നില്ല എന്നുള്ളത് നമ്മൾ വിശദീകരിക്കും. ഇനി മോണോസാക്രൈഡിൽ നമുക്ക് കീറ്റോണും ആൽഡിഹൈഡും ഉണ്ട്. എന്നിരുന്നാലും കീറ്റോണുകളും ഇതേപോലെ റെഡ്യൂസ് ചെയ്യും. കാരണം കീറ്റോണ് ഈ മീഡിയത്തിൽ റീഅറേഞ്ച് ചെയ്തിട്ട് ആൽഡിഹൈഡുകളായിട്ട് മാറുന്നത് കൊണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മളിനി മോണോസാക്രൈഡുകളിലെ ഡീപ്പ് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ക്ലാസിഫിക്കേഷനാണ് ചെയ്തത്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റെഡ്യൂസിങ് നേച്ചർ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടേസ്റ്റ് അഥവാ ഷുഗർ ആൻഡ് നോൺ ഷുഗർ. ഇനി ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ്. അതിൽ തന്നെ ഫസ്റ്റ് പാർട്ടാണ് മോണോസാക്രൈഡ്. മോണോസാക്രൈഡുകൾ എന്നാൽ എന്ത്? The carbohydrate which cannot be further hydrolyzed into simpler units are called carbohydrates. Monosaccharide. ഈ മോണോസാക്രൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, മോണോസാക്രൈഡിൽ നമുക്ക് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പും രണ്ട് രീതിയിൽ അവർ വരാം. ഒന്ന് ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് മേജറായിട്ട് വരാം. ആൽഡിഹൈഡിക് ഫങ്ഷൻ ഗ്രൂപ്പാണ് കാര്യമായിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആൽഡോസ്. ഓക്കെ. എന്നാൽ കീറ്റോൺ ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കീറ്റോസ്. സോ വി ഹാവ് ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് മോണോസാക്രൈഡ് കോൾഡ് ആൽഡോസ്. എന്നാൽ കീറ്റോൺ ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് കീറ്റോസ്. ഇനി ഞാൻ ആൽഡോസുകളിലേക്ക് കൂടുതലായി പോവുകയാണ്. ആൽഡോസുകളിൽ എത്ര കാർബൺ ആണോ ഉള്ളത് അതിനനുസരിച്ച് അവരുടെ പേരുകളിൽ വ്യത്യാസം ഉണ്ടാകും. ഫസ്റ്റ് വൺ നോക്കൂ. ഒന്ന് ആൽഡോട്രയോസ് എന്ന് പറഞ്ഞാൽ ആൽഡോ എന്ന് പറയാൻ കാരണം അത് ആൽഡോസ് ആയതുകൊണ്ടാണ്. ട്രൈ എന്ന് പറയാൻ കാരണം അത് 3 കാർബൺ ഉള്ളതായതുകൊണ്ട്. ഓസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷുഗറുകൾക്ക് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുകൾക്ക് വിളിക്കുന്ന പേരാണ്. സോ ആൽഡോട്രയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർബൺ ഉള്ളതാണ്. അതിൻ്റെ ഫോർമുല നോക്ക്, C3H6O3. C6H3 എങ്ങനെ ഫോർമുല? C3H2O ത്രൈസ് എന്ന് വേണമെങ്കിൽ കാണിക്കാം അല്ലേ? അതാണ് ആൽഡോട്രയോസ്. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലിസറാൽഡിഹൈഡ്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ആളാണ് ആൽഡോടെട്രോസ്. പറഞ്ഞു നോക്കൂ, ആൽഡോടെട്രോസ് 3 കാർബൺ ആകുമ്പോൾ ആൽഡോട്രയോസ്, 4 കാർബൺ ആകുമ്പോൾ ആൽഡോടെട്രോസ്, 5 കാർബൺ ആകുമ്പോൾ ആൽഡോപെൻഡോസ്, 6 കാർബൺ ആകുമ്പോൾ ആൽഡോഹെക്സോസ്, 7 കാർബൺ ആകുമ്പോൾ ആൽഡോഹെപ്റ്റോസ്. ആൽഡോഹെപ്റ്റോസിനെ പറ്റി നമുക്ക് പഠിക്കാനില്ല. സാധാരണ മോണോസാക്രൈഡുകൾ 3 മുതൽ 7 വരെ കാർബണുകളാണ് ഉണ്ടാവുക. അതിൽ 6 വരെ കാർബണുകളെ പറ്റിയിട്ടേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ? സോ 3 കാർബണുള്ള ആൽഡോസിൻ്റെ പേരാണ് ആൽഡോട്രയോസ്. എക്സാമ്പിൾ ഗ്ലിസറാൽഡിഹൈഡ്, ഫോർമുല C3H6O3. ഇനി 4 കാർബൺ ഉള്ളതിൻ്റെ പേര് ആൽഡോടെട്രോസ്. അതിൻ്റെ ജനറൽ ഫോർമുല C4H8O4. ജനറലായിട്ട് നമുക്ക് C4H2O4 ടൈംസ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതിന് എക്സാമ്പിളാണ് എറിത്രോസും ത്രിയോസും. നോക്കൂ, ഇത് നിങ്ങളെങ്ങനെ ഓർക്കുക? ത്രിയോസ് അല്ലേ? ഇതിൽ 3 വായിച്ചുണ്ടാവും. ഇതിൽ 2 വായിച്ച്, ഇതിൽ 3 വായിച്ച്, ഇതിൽ 4 വായിച്ച്, ഇതിൽ 5 വായിച്ച്, ഇതിൽ 6 വായിച്ച്, അങ്ങനെ ഉണ്ടാവുക. പ്ലസ് ഒരു ആൽഡിഹൈഡിക് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാം, ത്രിയോസ് 3 വായിച്ചുള്ള ആള്. അപ്പോൾ അതിൻ്റെ അതേ പേരാണല്ലോ എറിത്രോസും.
പേരുകൾ മാറാതിരിക്കാൻ ഈ ഫോർമുല നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. എറിത്രോസും ത്രിയോസും. ഇനി എറിത്രോസും ത്രിയോസും ഉള്ള വ്യത്യാസം ഫോർമുല ലെവലിലേക്ക് പറയുകയാണെങ്കിൽ നോക്കിക്കോ, CH2OH താഴെയുള്ളത്, പിന്നെ മുകളിലേക്ക് ഇങ്ങനെ 2 കാർബൺ ഉണ്ടല്ലോ, മേലെ CHO. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ്സ് ഒരേ സൈഡിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എറിത്രോസ്. കണ്ട, രണ്ടും ഒരേ സൈഡിലേക്കാണെങ്കിൽ എറിത്രോസ്, എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലേക്കാണെങ്കിൽ അതിനെ ത്രിയോസ് എന്ന് വിളിക്കും. അങ്ങോട്ട് വായിച്ച് ഇങ്ങോട്ട് വായിച്ച് ഇതിൻ്റെ പേരാണ് ത്രിയോസ്, അല്ലെങ്കിൽ തിരിച്ചുള്ളത്. കണ്ട, ഫോർമുല സെയിം ആണ്, രണ്ടും ഒരു സൈഡിലേക്കും ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുമായിട്ട് വരുന്ന ആൾക്കാരാണ് എറിത്രോസും ത്രിയോസുകളും. ഇനി മറ്റൊന്നാണ് ആൽഡോ പെൻഡോസ്. 4 OH ഗ്രൂപ്പ്, മൊത്തം 5 കാർബൺ. അതിൻ്റെ ജനറൽ ഫോർമുല നോക്ക്, C5H10O5. we can write C5H2O 5 times. എക്സാമ്പിൾ പറഞ്ഞോളൂ, അറാബിനോസ് പറഞ്ഞോളൂ, അറാബിനോസ്. മറ്റൊന്ന് സൈലോസ്, സൈലോസ്. റൈബോസ്, റൈബോസ്. ലിക്സോസ്, ലിക്സോസ്. ഡിയോക്സി റൈബോസ്, ഡിയോക്സി റൈബോസ്. നോക്കൂ, ഡിയോക്സി റൈബോസിൻ്റെ ഫോർമുല ഇത് ഫിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഓർക്കുന്നുണ്ടല്ലോ. C5H10O5 അല്ല, പകരം O4 ആണ്. കാരണം ഡിയോക്സി, ഒരു ഓക്സിജൻ കുറഞ്ഞു, ആ ഓക്സിജൻ കുറഞ്ഞതുകൊണ്ട് 5 ഉള്ളത് എന്തായി, 4 ആയി മാറി. അതാണ് ഡിയോക്സി റൈബോസ്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഒക്കെ ഫോർമുലകളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇത് 5 കാർബൺ ഉണ്ടായിട്ട് മേലെ CHO, താഴെ CH2OH. ഇനി 3 കാർബണുകളിൽ OHകൾ ഉണ്ടാവാമല്ലോ. ഈ 3 OHകളും ഒരേ സൈഡിലേക്ക് ആവുന്നതും വ്യത്യസ്ത സൈഡിലേക്ക് ആകുന്നതും, ഒന്നങ്ങട്ട് അങ്ങനെ പല രീതിയിലും വരാം. ആ വരുന്നവരാണ് ഈ പറയപ്പെടുന്ന രീതിയിലുള്ളത്. ഓക്കെ, ഇതിലിപ്പോൾ ഓരോന്നും അതിൻ്റെ സാധ്യതകൾ 4 എണ്ണമാണ്. ഇത് വ്യത്യസ്തമായിട്ട് വരാനുള്ള സാധ്യതകൾ 4 എണ്ണമാണ്. ആ 4 എണ്ണമാണ് ഇത്. പിന്നെ ഇത് എക്സെപ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഓക്സിജൻ പോയിട്ടുള്ള കേസാണ്. എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞെന്നുള്ളൂ. ഇതാണ് 4 വ്യത്യസ്ത കേസുകൾ. എല്ലാം അങ്ങോട്ടായത്, 1 അങ്ങോട്ടും 2 ഇങ്ങോട്ടും, പിന്നെ 1 അങ്ങോട്ട് 1 ഇങ്ങോട്ട് 1 അങ്ങോട്ട്, പിന്നെ എല്ലാം അല്ലേ, താഴത്തത് 2 ഇങ്ങോട്ടും മേലത്തെ 1 അങ്ങോട്ടും എന്നുള്ള രീതിയിൽ മൊത്തം 4 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ വരച്ചു നോക്കുമല്ലോ, അതാണ് ആൽഡോ പെൻഡോസുകൾ. എന്നാൽ ആൽഡോ ഹെക്സോസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ്, ഇഡോസ്, അൾട്രോസ്, അല്ലോസ്, ടാലോസ്. അങ്ങനെ പറഞ്ഞ് 8 ഐറ്റംസ് ആണ് ഉണ്ടാവുക. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 8 ആണ് ഉണ്ടാവുക. ഞാനിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പിക്ചറിലൂടെ അത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും C6H12O6 ആണ്. ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു റാംനോസ്. ഈ ഫോർമുലയിൽ C6H12 ആണെങ്കിലും O5 ആണ് വരുന്നുണ്ടാവുക റാംനോസിന്. അതും ആൽഡോസ് തന്നെയാണ്, ആൽഡോ ഹെക്സോസ് തന്നെയാണ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾ ഫോർ ആൽഡോസസ്. ഏതൊക്കെയാണ്? 3 കാർബൺ ആകുമ്പോൾ ആൽഡോ ട്രയോസ്, 4 കാർബൺ ആകുമ്പോൾ ആൽഡോ ടെട്രോസ്, 5 ആകുമ്പോൾ ആൽഡോ പെൻഡോസ്, 6 ആകുമ്പോൾ ആൽഡോ ഹെക്സോസ്, 7 ആകുമ്പോൾ ആൽഡോ ഹെപ്റ്റോസ്. അതിൻ്റെയൊക്കെ എക്സാമ്പിളുകൾ നിങ്ങൾ പഠിച്ചു, ഓർത്ത് പഠിക്കണേ. ഇത് ഗ്ലിസറാൾഡിഹൈഡ്, പിന്നെ നമ്മൾ മുൻപേ പറഞ്ഞ ശീലം ഉണ്ടായതുകൊണ്ട് 3 കാർബൺ. എറിത്രോസും ത്രിയോസും 3 കാർബൺ ഉള്ളത്. പിന്നീട് 3 കാർബൺ അല്ല 3 OH ഉള്ളത്. ഇനി അവിടെ 4 കാർബണാണ് ഉണ്ടാവുക എന്നുള്ളത് വിടണ്ട. ഇനി 4 OH അഥവാ 5 കാർബൺ ഉള്ള ആൾക്കാർ 4 ടൈപ്പ് ഉണ്ട്. അറാബിനോസ്, സൈലോസ്, ലിക്സോസ്, പിന്നെ റൈബോസ്. ഓക്കെ, എക്സോസുകൾ 8 ഉണ്ടാവും. ഞാൻ 3 എഴുതിയിട്ടുള്ളൂ. ഗ്ലൂക്കോസും, ഗാലക്ടോസും, മാനോസും, പിന്നെ ഇഡോസ്, അൾട്രോസ്, ടാലോസ് അങ്ങനെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ആൽഡോസുകൾ. ഇനി ഇതേപോലെ കീറ്റോസുകളിലേക്ക് വരുമ്പോൾ ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരാണല്ലോ ആൽഡോസുകൾ. കീറ്റോൺ ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കീറ്റോസസ്. അതിൽ 3 കാർബൺ ആകുമ്പോൾ നമ്മൾ അതിനെ കീറ്റോ ട്രയോസ് എന്നും, 4 കാർബൺ ആകുമ്പോൾ കീറ്റോ ടെട്രോസ് എന്നും, 5 കാർബൺ ആകുമ്പോൾ കീറ്റോ പെൻഡോസ്, 6 കാർബൺ ആകുമ്പോൾ കീറ്റോ ഹെക്സോസ് എന്നുള്ള രീതിയിലാണ് പേരുകൾ വിളിക്കുക. ഫോർമുലയിൽ മാറ്റമില്ല, ഇത് തന്നെയാണ് ഫോർമുല. കാരണം ഫംഗ്ഷൻ ഗ്രൂപ്പ് സെയിം ആണല്ലോ. പക്ഷെ പേരുകൾ വ്യത്യാസം ഉണ്ടാവും. ഗ്ലിസറാൾഡിഹൈഡിനെ പോലെയുള്ള 3 കാർബണിലെ ട്രയോസിൻ്റെ പേരാണ്, കീറ്റോ ടെട്രോസിൻ്റെ പേരാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഞാൻ അടുത്ത ടേബിളിൽ അത് കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ എളുപ്പമുണ്ടാവും. അതേപോലെ ആൽഡോ ടെട്രോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഫോമേ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ OHൻ്റെ എണ്ണം ഒരെണ്ണം കുറഞ്ഞ പോലെയാണ് വരിക. കാരണം ഉള്ളിൽ കീറ്റോൺ കയറി വന്നതുകൊണ്ട്. ഞാൻ ഹയർ മോളിക്യൂൾ പറയുമ്പോൾ പറയാം. അതുകൊണ്ട് ഈ എറിത്രോസിന് പാരലായിട്ടൊരു എക്സാമ്പിൾ അവിടെ കീറ്റോസിൽ വേണം. അതിൻ്റെ പേരാണ് എറിത്രുലോസ്. ആൽഡോസുകൾ ഒരു ഉലോസ് ആക്കി പറഞ്ഞ കീറ്റോസ് ആയിട്ട് വരും. എറിത്രോസ്, എറിത്രുലോസ്.
ഇവിടെ നമുക്ക് ആൽഡോസ് 2 ഉണ്ടായിരുന്നു, പക്ഷെ കീറ്റോസ് 1 ഉണ്ടാവുള്ളൂ. ഇവിടെ ആൽഡോസ് 4 ഉണ്ടായിരുന്നു, ഇവിടെ കീറ്റോസ് നമുക്ക് 2 ഉണ്ടാവുള്ളൂ. ഇവിടെ ആൽഡോസ് 8 ഉണ്ടായിരുന്നു, ഇവിടെ കീറ്റോസ് 4 ഉണ്ടാവുള്ളൂ. ഓക്കെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യാൻ ആദ്യം ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർഗാനിക്കിൽ. അത്തരം ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിനകത്ത് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളത് എന്ന് കണ്ടെത്തി. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തിയിട്ട് എത്രത്തോളം പെർസെൻറ്റേജ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നീട് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് മോളിക്കുലാർ ഫോർമുലയും മോളിക്കുലാർ മാസ് കണ്ടെത്തി ആ മാസും ഈ പെർസെൻറ്റേജ് ഒക്കെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് കണ്ടെത്തി. ദാറ്റ് വാസ് C6H12O6. ഇപ്പം നമ്മൾ ഫസ്റ്റ് സംഭവം ചെയ്ത് കഴിഞ്ഞു. ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ ഫോർമുല എന്ത്? ദാറ്റ് ഈസ് C6H12O6. ഇപ്പോൾ ഈ ഫോർമുലയിൽ നിന്നും നമുക്ക് ഓക്സിജൻ 6 ഉണ്ടായത് കൊണ്ട് തന്നെ അത് ആൽക്കഹോൾ ആകാം, ആൽഡിഹൈഡ് ആവാം, ആസിഡ് ആവാം, എസ്റ്റർ ആവാം, എന്തും ആവാലോ. ഓക്സിജനുള്ള ഒരുപാട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഓർഗാനിക്കിലുണ്ട്. ഇതിൽ ഏതാണെന്നൊന്നും ഒരു വിവരവും ഇല്ല. ഇത് സൈക്ലിക് ആയിട്ടാണോ നിൽക്കുന്നത്, ഓപ്പൺ ആയിട്ടാണോ നിൽക്കുന്നത്, ഒരു വിവരവും നമുക്കില്ല. ബ്രാഞ്ച് ഉണ്ടോ? 6 കാർബൺ ഉണ്ടാകുമ്പോൾ ബ്രാഞ്ചായിട്ടൊക്കെ വരാമല്ലോ. ഇനി നമ്മൾ ഓരോ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതൊക്കെയുണ്ട്, എല്ലാ കാർബണും ഒരേ ചെയിനിലാണോ അതോ ബ്രാഞ്ചായിട്ടാണോ നിൽക്കുന്നത്, ഇങ്ങനെ ഓരോ പഠനത്തിലൂടെ നമ്മൾ പഠിച്ച് ലാസ്റ്റ് സ്ട്രക്ചർ ഇന്നതാണ് എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ പരീക്ഷണത്തിലേക്ക് പോകാം. ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HI ഗ്ലൂക്കോസ് ഗേവ് N ഹെക്സൈൻ. ഇപ്പോൾ ഗ്ലൂക്കോസിനെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല, ഫോർമുല മാത്രമേ അറിയുള്ളൂ, C6H12O6. ഇതിലേക്ക് നമ്മൾ HI ബാർ റെഡ് ഫോസ്ഫറസ് അല്ലെങ്കിൽ HI ബാർ H ഹീറ്റ് ചെയ്തു, തുടർച്ചയായിട്ട് ഹീറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഹീറ്റ് ചെയ്തപ്പോൾ വി ഗോട്ട് N ഹെക്സൈൻ 1 2 3 4 5 6 6 കാർബണിലെ ആൽക്കെയിൻ കിട്ടി. ഷോയിങ് ദാറ്റ് ദിസ് 6 കാർബൺസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ചെയിൻ. ഗ്ലൂക്കോസിനകത്തുള്ള ഈ കാർബണുകൾ 6ഉം ഒരേ ചെയിനിലാണ്, ബ്രാഞ്ച് ആയിട്ടൊന്നുമല്ല നിൽക്കുന്നത്. ഇവിടെ കുറച്ച് അയോഡിനേറ്റഡ് പ്രോഡക്റ്റും കിട്ടിയിരുന്നു കേട്ടോ, പ്രശ്നമില്ല, ജസ്റ്റ് ഓർത്താൽ മതി N ഹെക്സൈൻ. ഓക്കെ, സോ നമുക്ക് ഫോർമുല കിട്ടി. ഗ്ലൂക്കോസിന് 6 കാർബൺ ഒരു ചെയിനിലാണ്, ബ്രാഞ്ച് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കിട്ടി. ഇനി കൂടുതൽ പഠനത്തിലേക്ക് പോവാണ്. മൂന്നാമതായി ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഗ്ലൂക്കോസിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസിലേക്ക് സയനോഹൈഡ്രിൻ ഫോം ചെയ്യത്തക്ക രീതിയിലുള്ള HCN അഡീഷൻ നടത്തി. HCN അഡീഷൻ നടത്തിയപ്പോൾ നമുക്ക് സയനോഹൈഡ്രിൻ കിട്ടി. അതേപോലെ തന്നെ അതേപോലെ ഹൈഡ്രോക്സിലമീനുമായി റിയാക്ട് ചെയ്തപ്പോൾ ഓക്സൈൻസും കിട്ടി. ഈ 2 റിയാക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഗ്ലൂക്കോസിനകത്ത് എന്തുണ്ട്? കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ആ കാർബോണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് മനസ്സിലായിട്ടില്ല. കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ട്, കാരണം HCN-മായി റിയാക്ട് ചെയ്യുമ്പോൾ സൈനോഹൈഡ്രിൻ തരുന്ന, ഹൈഡ്രോക്സിലമീനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സൈം തരുന്ന ആളുകളാണ് കാർബോണൈൽ കോമ്പൗണ്ടുകൾ. ഗ്ലൂക്കോസ് അങ്ങനെ തന്നു. ഞാൻ അതിൻ്റെ റിയാക്ഷൻ കാണിച്ചോട്ടെ. നമുക്കിപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഫോർമുലയെ പറ്റി ഒരു ധാരണയും ഇല്ല. എന്നിരുന്നാലും ഞാൻ ഈ റിയാക്ഷൻ നമ്മളിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ആ റിയാക്ഷൻ ബോർഡിൽ എഴുതുകയാണേ. നോക്കിക്കോ, ഇതിലേക്ക് നമ്മൾ HCN ആഡ് ചെയ്തപ്പോൾ കാണുന്ന പ്രോഡക്റ്റ് CHOHCN CHOH 4 times CH2OH. ഇതാണ് ഗ്ലൂക്കോസ് സൈനോഹൈഡ്രിൻ. അതേപോലെ ഗ്ലൂക്കോസിലേക്ക് CHOH 4 times ഉള്ള ഗ്ലൂക്കോസിലേക്ക് എന്ത് ചെയ്തു? ഹൈഡ്രോക്സിലമീൻ ആഡ് ചെയ്തു. ഹൈഡ്രോക്സിലമീൻ്റെ ഫോർമുല NH2OH ആണല്ലോ. അങ്ങനെ ഹൈഡ്രോക്സിലമീൻ ഫോം ചെയ്തപ്പോൾ ഇങ്ങനെ H2O പോകുന്ന റിയാക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താ കിട്ടിയത്? നോക്കിക്കോ, CH ഡബിൾ ബോണ്ട് NOH CHOH 4 times CH2OH. ഇതാണ് ആര്? ഗ്ലൂക്കോക്സൈൻ. ഗ്ലൂക്കോസ് ഹൈഡ്രോക്സിലുമായി അമീനുമായി റിയാക്ട് ചെയ്തപ്പോൾ ഗ്ലൂക്കോക്സൈമും ഹൈഡ്രജൻ സയനൈഡുമായി റിയാക്ട് ചെയ്തപ്പോൾ ഗ്ലൂക്കോസ് സൈനോഹൈഡ്രിനും കിട്ടി.
അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആൽഡിഹൈഡ് ആണെന്ന് അറിയാത്തടത്തോളം കാലം നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ഓക്സൈം എന്നും ഗ്ലൂക്കോസിൻ്റെ സൈനോഹൈഡ്രിൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ആൽഡിഹൈഡിക് സൈനോഹൈഡ്രിൻ ആണോ ആൽഡിഹൈഡിക് ഓക്സൈം ആണോ എന്ന് പറയാൻ കഴിയില്ല. എനിവേ ഈ റിയാക്ഷനിൽ നിന്നും ഒരു കാര്യം ഉറപ്പായി, അതിനകത്ത് ആൽഡിഹൈഡോ കീറ്റോണോ ഏതോ ഒരു സംഭവം ഉണ്ടെന്ന്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഒരു സൈനോഹൈഡ്രിനെ ഫോം ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു HCN-ഉമായിട്ടേ ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്യുന്നുള്ളൂ, ഷോയിങ് ദാറ്റ് ദർ ഇസ് ഓൺലി വൺ കാർബോണിൽ ഗ്രൂപ്പ്. അപ്പോൾ നോക്കണേ, ഈ റിയാക്ഷനിൽ നിന്നും കാർബണിൽ ഗ്രൂപ്പാണ് ഉള്ളതെന്ന് മനസ്സിലായി, അതിനകത്ത് ഒരു കാർബണിൽ ഗ്രൂപ്പേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഇനി ആ കാർബണിൽ ഗ്രൂപ്പ് ഏതാണെന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാ? ഫെലിംഗ് ടെസ്റ്റ് ഉണ്ട്, ടോളൻസ് ടെസ്റ്റ് ഉണ്ട് അല്ലേ? ഈ രണ്ട് ടെസ്റ്റും ചെയ്താൽ ഇവിടെ പറ്റില്ല. കാരണം ഇത് ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റുകൾ പോളിഹൈഡ്രോക്സി ആയതുകൊണ്ട് ബേസിക് മീഡിയത്തിൽ ഈനോളൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡുകളാവും. അപ്പോൾ നമുക്ക് ഫ്രക്ടോസും കീറ്റോസുകളൊക്കെ ആൽഡിഹൈഡിനെ പോലെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് ആ ടെസ്റ്റ് പറ്റില്ല. പകരം ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ യൂസിങ് ബ്രോമിൻ ചെയ്തു. ബ്രോമിൻ വെച്ച് ഓക്സിഡൈസ് ചെയ്തു. സാറേ അപ്പോൾ ടോളൻസ് റിയേജൻ്റ് വെച്ച് ഓക്സിഡൈസ് ചെയ്തൂടെ? ചെയ്യാം. ടോളൻസ് റിയേജനും ഫില്ലിംഗ് സൊല്യൂഷനൊക്കെ ഓക്സിഡൈസ് ചെയ്യും ഗ്ലൂക്കോസിനെ, എന്നിട്ട് കറസ്പോണ്ടിങ് ആസിഡുകളായിട്ട് മാറും. എന്നാൽ ഗ്ലൂക്കോസ് മാത്രമല്ല, ഫ്രക്ടോസ് പോലത്തെ കീറ്റോസുകളും ഓക്സിഡേഷന് വിധേയമാകും. എന്നാൽ ബ്രോമിൻ വാട്ടർ വെച്ചിട്ടാണെങ്കിൽ ബ്രോമിൻക്ക് ആൽഡിഹൈഡിന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഫ്രക്ടോസ് പോലത്തെ കീറ്റോസുകൾ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബ്രോമിൻ വെച്ചിട്ടുള്ള ഓക്സിഡേഷൻ ചെയ്യുന്നത്. നോക്കിക്കോ, നമുക്ക് ഇതിനെ ബ്രോമിൻ പോലത്തെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ച് ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ കിട്ടിയത് എന്താണെന്നറിയാമോ? ഓക്സിഡേഷൻ നടന്നിട്ട് കറസ്പോണ്ടിങ് ആസിഡായിട്ട് ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടി. ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടിയതിൽ നിന്നും എന്താ കൺക്ലൂഷൻ അറിയാമോ? ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടിയതിൽ നിന്നുള്ള കൺക്ലൂഷൻ, ഗ്ലൂക്കോസിനകത്ത് കാർബണൈൽ കാർബണായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത് ആൽഡിഹൈഡ് ആണ് എന്ന് കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഞാൻ ഒന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ നമ്മളെ മനസ്സിൽ ഗ്ലൂക്കോസിൽ 6 കാർബൺ ഉണ്ടെന്നും 6 കാർബൺ സ്ട്രൈറ്റ് ചെയിനിലാണ് നിൽക്കുന്നതെന്നും അതിനകത്ത് ഒരു കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ടെന്നും ആ കാർബണൈൽ കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണെന്നും തിരിച്ചറിഞ്ഞു. ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്സിഡേഷൻ യൂസിങ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യുന്നു. നൈട്രിക് ആസിഡ് ഓക്സിഡേഷൻ. നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് മുൻപൊരു കാര്യമുണ്ട്. ഗ്ലൂക്കോസിനെ ബാക്കിയുള്ള ഓക്സിജൻ, ഇപ്പം നമുക്ക് എത്ര ഓക്സിജൻ ഉണ്ട് അതിനകത്ത്? ഗ്ലൂക്കോസിൽ 6 ഓക്സിജൻ ഉണ്ട്. അതിൽ ഒരു ഓക്സിജൻ്റെ കാര്യം തീരുമാനമായി. എന്ത്? ഗ്ലൂക്കോസിലുള്ള ഒരു ഓക്സിജൻ ആൽഡിഹൈഡ് ആണെന്ന്. ഇനിയും 5 ഓക്സിജൻ ഇല്ലേ? അത് വേറെ എന്തോ ആവാലോ, ആൽഡിഹൈഡും കീറ്റോണും അല്ല, വേറെ എന്തും ആവാം. അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് 5ഉം ആൽക്കഹോളാണെന്ന്. അഥവാ ഗ്ലൂക്കോസിനെ അസൈലേഷൻ നടത്തി. ഓൺ അസൈലേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് അസൈലേഷൻ എന്ന്? അസൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഹൈഡ്രേറ്റുമായിട്ട് അല്ലെങ്കിൽ അസിറ്റിക് ആസിഡോ അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റോ അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡോ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റൈലേഷൻ നടക്കും. പക്ഷെ ഗ്ലൂക്കോസിലേക്ക് അസറ്റിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്തു. അസറ്റിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയെന്താണെന്നറിയാമോ? ഗ്ലൂക്കോസ് പെൻറ്റാസറ്റേറ്റ് ആണ്. അഥവാ 5 പ്രാവശ്യം അസൈലേഷൻ നടന്നു. 5 പ്രാവശ്യം അസൈലേഷൻ നടന്നിട്ട് പെൻറ്റാ അസറ്റേറ്റ് കിട്ടി. നോക്കണേ, നമ്മൾ ആൽക്കഹോൾ എന്ന പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. അസൈലേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമേ അസൈലേഷൻ നടക്കുന്നുള്ളൂ എങ്കിൽ അതിനർത്ഥം ഒരു OH ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. സോ ഒരു മോളിക്യൂളിൽ എത്ര OH ഗ്രൂപ്പ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്ന് അറിയാമോ? അസൈലേഷൻ. ഒരു അസൈലേഷൻ നടന്നിട്ടുള്ളൂ എങ്കിൽ ഒരു OH ഗ്രൂപ്പേ ഉള്ളൂ. ഇവിടെ 5 അസൈലേഷൻ നടന്നു, ഷോയിങ് ദാറ്റ് ദർ ആർ 5 OH ഗ്രൂപ്പ് ഇൻ ഗ്ലൂക്കോസ്. ഇപ്പോൾ കുറേ പിക്ചർ വ്യക്തമായി. എന്താണ് ഇപ്പോൾ പിക്ചർ ഉള്ളത്? 6 കാർബൺ ലോങ് ചെയിനിലുണ്ട്, അതിൽ ഒരാൾ ആൽഡിഹൈഡ് ആണ്, ബാക്കി 5 ഓക്സിജൻ ഉണ്ട്. ആ 5 ഓക്സിജനും OH ആണ്. റൈറ്റ്? അപ്പോൾ നമുക്ക് നല്ല പിക്ചർ മനസ്സിൽ വന്നിട്ടുണ്ടല്ലോ. ഇനി ഒരു കൺഫർമേഷനും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അഥവാ 5 കാർബൺ ആൽക്കഹോൾ ആണെങ്കിൽ ഒന്നാമത്തത് ആൽഡിഹൈഡും ബാക്കി 5ഉം ആൽക്കഹോൾ ആണെങ്കിൽ അതിൽ ഒരു ആൽക്കഹോൾ നിർബന്ധമായിട്ടും പ്രൈമറി ആയിരിക്കണമല്ലോ. പ്രൈമറി ആണെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? സ്ട്രക്ചർ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുള്ളൂ. ഐ മീൻ 5 OH ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരാൾ പ്രൈമറി ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചറിലേക്ക് കാര്യങ്ങൾ എത്തുള്ളൂ. നമുക്ക് നോക്കാം. ഗ്ലൂക്കോസിൻ്റെ പെൻറ്റാസിറ്റേറ്റ് കിട്ടിയത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു നോക്കിക്കോളൂ. ഗ്ലൂക്കോസിൽ പെൻറ്റാസിറ്റേറ്റ് കിട്ടിയ റിയാക്ഷൻ കണ്ടോളൂ. CHOH 4 times, CH2
OH. ഇതിലെന്ത് ചെയ്തു? ഇതിലേക്ക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്തു. അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്തു. അൺഹൈഡ്രേറ്റ് 5 എണ്ണമാണ് ആഡ് ചെയ്തത്. അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്തതിൻ്റെ ഫോർമുല ഞാൻ കാണിച്ചോട്ടെ. COO CH3 കണ്ട, അസറ്റിക് അൺഹൈഡ്രേറ്റ് ആണ് ആഡ് ചെയ്തത്. ആഡ് ചെയ്തപ്പോൾ ഉണ്ടായത് എന്താണ്? ഈ CH3COO 5 എണ്ണം ഉണ്ടല്ലോ, ഈ 5 എണ്ണം ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു. ഈ 4 എണ്ണം ഇവിടെയും 1 എണ്ണം ഇവിടെയും മൊത്തം 5 സാധനം ഇങ്ങനെ ഇങ്ങോട്ട് റിലീസായി പോയി. എങ്ങനെ? CH3COO ഇവിടെ നിന്ന് ഒരു എച്ചിട്ടാ, സോറി ഞാൻ വരച്ചതിൽ ഒരു എച്ച് ഉണ്ടാവും. ഈ O ഇപ്പുറത്തേക്ക് തന്നെ വരും. ഞാൻ ഒന്നുകൂടി മാറ്റി വരക്കാതെ. CH3CO ഇങ്ങനെ അങ്ങോട്ടാണ് അസൈലേറ്റ് ചെയ്ത് പോവുക. സോ CH3COOH 4 എണ്ണം 1 എണ്ണം ഇവിടെ മൊത്തം 5 എണ്ണം. എന്താ പുറത്തു പോയത്? CH3COOH മോളിക്യൂൾ 5 എണ്ണം പുറത്തേക്ക് പോയി. 5 എണ്ണം കണ്ടാ. അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? ആ CHO കേടുകൂടാതെ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? CHOH 4 ടൈംസ് CH2OH 4 ടൈംസിൽ H പോയില്ലേ, പകരം അവിടത്തേക്ക് CH3CO ഗ്രൂപ്പാണ് വന്നത് 5 എണ്ണം. അതിൽ 4 എണ്ണം ഇവിടെ കയറി. നോക്ക് 4 എണ്ണം അവിടെ കയറി. 1 എണ്ണം ഇവിടെയും കയറി. കണ്ട, ഇതിൻ്റെ പേരാണ് ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ്. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ്. 5 OH ഉണ്ടായതുകൊണ്ടാണ് പെൻറ്റാ അസറ്റേറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പിക്ചർ കിട്ടി. എന്ത്? ഗ്ലൂക്കോസിൽ 6 കാർബൺ ഉണ്ട്. അതിൽ 6 എണ്ണത്തിൽ 1 എണ്ണം ആൽഡിഹൈഡിക് കാർബൺ ആയിട്ടും ആ ഓക്സിജൻ ആൽഡിഹൈഡിക് ഓക്സിജനായിട്ട് പോയി. ബാക്കി 5 കാർബണും 5 ഓക്സിജനും ഉണ്ട്. ഈ 5 കാർബണിൽ ഓരോ ഓക്സിജനും ഉള്ള രീതിയിലാണ് സ്ട്രക്ചർ ഉണ്ടാവുക എന്നൊരു പിക്ചർ ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു ഓക്സിജൻ പ്രൈമറി ആയിട്ടും ബാക്കിയുള്ളവ സെക്കൻഡറി ആയിട്ടുമാണ് ഉണ്ടാവേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രൈമറിയുടെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യാണ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് അല്ല, നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡേഷൻ ചെയ്യാൻ പോകണം. ഓക്സിഡേഷൻ യൂസിങ് നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യാണ്. നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആസിഡ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ എന്തായിട്ട് മാറും? ആസിഡായിട്ട് മാറുമല്ലോ. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. നോക്കൂ, ഇതിലേക്ക് നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്തപ്പോഴേ ഗ്ലൂക്കോസ് എന്തായെന്നറിയാമോ? ഗ്ലൂക്കോസ് ഒരു ഡൈസാക്രിക് ആസിഡായിട്ട് മാറി. അതിൻ്റെ പേരാണ് ഗ്ലൂക്കാറിക് ആസിഡ്. ഗ്ലൂക്കാറിക് ആസിഡായിട്ട് മാറി. ഗ്ലൂക്കാറിക് ആസിഡ്. ഇതിനർത്ഥം എന്താണെന്നറിയാമോ? ഗ്ലൂക്കോസ് ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആസിഡായി. അത് ഓൾറെഡി നമുക്കറിയാം, ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആസിഡായിട്ട് മാറും. അതിന് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് മതി. പക്ഷെ വേറൊരു ഗ്രൂപ്പും കൂടെ ആസിഡായിട്ട് മാറിയിട്ടുണ്ട്. ഏതായിരിക്കും ആ ഗ്രൂപ്പ്? ആ ഗ്രൂപ്പാണ് എന്ത്? പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്. സോ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പും ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡായിട്ട് മാറി. ആൽഡിഹൈഡിക് ഗ്രൂപ്പും ഓക്സിഡൈസ് ചെയ്തിട്ട് ആസിഡായിട്ട് മാറി. നമുക്ക് ഇതൊന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോണിക് ആസിഡ് നമുക്ക് നേരത്തെ കിട്ടിയില്ലേ? ബ്രോമിൻ വാട്ടർ വെച്ച് ഓക്സിഡൈസ് ചെയ്തപ്പോൾ ഇതാ ഗ്ലൂക്കോണിക് ആസിഡ് നേരത്തെ കിട്ടിയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്ത് നോക്കി. ആ ഗ്ലൂക്കോണിക് ആസിഡ് ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ. COOH CHOH 4 ടൈംസ് CH2OH നോക്കണേ, ഇത് ഗ്ലൂക്കോണിക് ആസിഡാണ്. ഈ ഗ്ലൂക്കോണിക് ആസിഡിനെ ഓക്സിഡൈസ് ചെയ്തപ്പോഴും കിട്ടിയത് ഗ്ലൂക്കാറിക് ആസിഡ് തന്നെയാണ്. അതിൽ നിന്ന് മനസ്സിലായത് ഈ COH അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആൽഡിഹൈഡാണ് ആ ആസിഡ് ആയതെന്ന് അർത്ഥം. അപ്പോൾ ഈ CH2OH തന്നെയാണ് ഈ COH ആയിട്ട് മാറിയിട്ടുള്ളത്. അതിനർത്ഥം ഇവിടെ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മുടെ പിക്ചർ ക്ലിയറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂളിനകത്ത് 6 കാർബൺ ഉണ്ട്. 6 കാർബണും ഒരേ ചെയിനിലാണുള്ളത്. അതിൽ 1 എണ്ണം ആൽഡിഹൈഡാണ്, 5 എണ്ണം ആൽക്കഹോളാണ്. ആ ആൽക്കഹോളിൽ 1 എണ്ണം പ്രൈമറിയാണ് അല്ലേ? ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ച് കില്യാനി എന്ന സയൻറ്റിസ്റ്റ് ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയിൽ ഒരു സ്ട്രക്ചർ സജസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരാണ് കില്യാനി ഫിഷർ ഫോർമുല. അത് ഞാൻ ബോർഡിൽ വരക്കാം. ഫിഷർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വരകൾ ഇട്ടിട്ട് മോളിക്യൂളിനെ എഴുതുന്നതിൻ്റെ പേരാണ് കില്യാനി ഫിഷർ ഫോർമുല. ഇതിൽ നോക്കൂ, ഇത് ആൽഡിഹൈഡ്, ഇതിൽ ഒരു പ്രൈമറി ആൽക്കഹോൾ ഉണ്ട്,
ബാക്കിയെല്ലാം സെക്കൻഡറി ആൽക്കഹോളാണ്. അതിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം കാണാതെ പഠിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാർബണിലെ OH ലെഫ്റ്റ് സൈഡ്, ബാക്കി OHകളെല്ലാം റൈറ്റ് സൈഡ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുമല്ലോ. 3 OH ലെഫ്റ്റ്, ബാക്കിയെല്ലാം റൈറ്റ്. നോക്ക്, തേർഡ് OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. ഒന്ന് പറഞ്ഞു നോക്ക്, തേർഡിലെ OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. അതാണ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ സൈക്കിൾ സ്ട്രക്ചർ പഠിക്കും. ആ സമയത്ത് ലെഫ്റ്റും റൈറ്റും ഇല്ല, പകരം മേലെയും താഴെയുമാണുള്ളത്. മേലെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, താഴെ നിന്ന് റൈറ്റ് എന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് മേലെ ലെഫ്റ്റ്, മേലെ ലെഫ്റ്റും താഴെ റൈറ്റുമായിട്ട് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 3ാമത്തെ കാർബൺ ലെഫ്റ്റ് സൈഡിൽ, ബാക്കിയൊക്കെ റൈറ്റ് സൈഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ സൈക്കിൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ മേലെയും താഴെയും വരയ്ക്കുമ്പോൾ 3ാമത്തെ കാർബണിൽ മേലേക്കാണ് നിൽക്കേണ്ടത് OH, ബാക്കിയൊക്കെ താഴേക്കെന്ന് അർത്ഥം. റെഡി? സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം. ഞാൻ ഡി ഗ്ലൂക്കോസ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പിന്നീട് പറയാം. ഞാൻ അറിയാതെ ഇപ്പോൾ ഡി എന്ന് എഴുതി പോയതാണ്, നോട്ട് പ്രോബ്ലം. ഇനി ഗ്ലൂക്കോസിൽ നിന്നും കിട്ടിയ ബാക്കി സംഭവങ്ങളും കൂടി ഞാൻ സ്ട്രക്ചർ വരച്ചോട്ടെ. ഗ്ലൂക്കോണിക് ആസിഡ് അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഗ്ലൂക്കോണിക് ആസിഡ് ഇതാ 2, 3, 4, 5. 3 OH മാത്രം ലെഫ്റ്റ്, ബാക്കി റൈറ്റ് സൈഡ്. ബാക്കിയൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലേ? ബാക്കിയൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഗ്ലൂക്കോണിക് ആസിഡ് എന്ന സാധനം, ഗ്ലൂക്കോണിക് ആസിഡ്. ഇനി ഗ്ലൂക്കാറിക് ആസിഡ് എന്ന് വരക്കേണ്ട കാര്യമില്ല, കാരണം അതാ ഇവിടെയും കൂടി COH ആയി കൊടുത്താൽ മതി, നോ പ്രോബ്ലം. മറ്റൊരു സംഭവം നമ്മൾ പഠിച്ചിരുന്നു, ഗ്ലൂക്കോസ് പെൻറ്റാസെറ്റേറ്റ്. അത് ഞാൻ വരക്കാൻ പോവാണ്. ഗ്ലൂക്കോസ് പെൻറ്റാസെറ്റേറ്റ്, CH2OCOCH3. ദെൻ രണ്ടാമത്തതിൽ OCOCH3 അങ്ങോട്ട്, മൂന്നാമത്തതിൽ OCOCH3 ഇങ്ങോട്ട്, 4ഉം 5ഉം അങ്ങോട്ട് തന്നെ, 4ഉം 5ഉം അങ്ങോട്ട്. OCOCH3 OCOCH3 ഇങ്ങനെയൊക്കെ എഴുതാലോ. H. ഇതാണ് ഗ്ലൂക്കോസ് പെൻറ്റാസെറ്റേറ്റിൻ്റെ സ്ട്രക്ചർ. എങ്ങനെയുണ്ട് കണ്ട? 3 1 2 3 4 5 6 3 OH ലെഫ്റ്റ് സൈഡ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. 3 1 2 3 കണ്ട, 4 5 6. ഇവിടെയും കണ്ട നിങ്ങൾ 3 OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. 3 OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. So we have concluded or we have elucidated the structure of glucose. അപ്പോൾ നോക്കി എന്ത് രസമുണ്ട്. നമ്മൾ ഗ്ലൂക്കോസ് എന്ന മോളിക്യൂളിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും നടത്തിയിട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും ഏതൊക്കെ എലമെൻ്റ് ഉണ്ടെന്നും കണ്ടെത്തി. പെർസെൻറ്റേജിൽ നിന്നും നമ്മൾ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല കണ്ടു. മോളിക്കുലാർ മാസ് ഡിറ്റർമിനേഷൻ വഴി നമുക്ക് മോളിക്കുലാർ മാസിലൂടെ നമ്മൾ മോളിക്കുലാർ ഫോർമുല കണ്ടെത്തി. മോളിക്കുലാർ ഫോർമുലയിൽ 6 കാർബൺ ഉള്ളതെന്ന് തിരിച്ചറിയാൻ തുറന്നിട്ട് 6 കാർബൺ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓരോ ടെസ്റ്റിലൂടെ കണ്ടെത്തി. അങ്ങനെ ഫൈനലി വി ഹാവ് അച്ചീവ്ഡ് ദി സ്ട്രക്ചർ. ഇതാണ് കില്യാനി ഫിഷർ ഫോർമുല എന്ന് പറയപ്പെടുന്ന സ്ട്രക്ചർ. ഇനി നമ്മൾ ചെയ്ത ടെസ്റ്റുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല വാസ് ഫൗണ്ട് ടു ബി C6H12O6. Then on prolonged heating with HI forms N-hexane. It shows 6 carbons are in a single chain. Reaction with HCN hydroxylamine confirms the presence of carbonyl group. 1 mole glucose consumes 1 HCN, showing that only 1 carbonyl group is present. Reaction with oxidizing agents like bromine water, tolerance reagent, Fehling solution, Benedict solution, etc. form gluconic acid. It confirms presence of carbonyl group as CHO group. അതിൽ ബ്രോമിൻ വാട്ടർ മാത്രമാണ് ഈ കൺഫേം ചെയ്യുക. ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കീറ്റോണും ചെയ്യും, കാരണം ബേസിക് മീഡിയത്തിൽ നടത്തുന്നത് കൊണ്ട്. ശ്രദ്ധിക്കണേ. Then acylation gives glucose pentacetate, which confirms the presence of 5-OH group, right? Then last, oxidation with the dilute nitric acid form a dicarboxylic acid called a saccharinic acid or glucaric acid, which confirms the presence of primary alcohol. As a consequence of this reaction, Kilyani suggested the following structure called the Kilyani-Fisher structure. This is that. Noku. First carbon, second, let me write the number carbon counting. 1 2 3 4 5 6 carbons. 1 2 3 4 5 6. ശ്രദ്ധിച്ചാൽ മതി, 3 OH മാത്രം ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. ദിസ് ഇസ് ഗ്ലൂക്കോസ്, ദിസ് ഇസ് ഗ്ലൂക്കോണിക് ആസിഡ്,
ദിസ് ഇസ് ഗ്ലൂക്കാറിക് ആസിഡ് ഓർ സാക്കറിക് ആസിഡ്. മേലെയും താഴെയും COH. ഓക്കെ അല്ലേ? ഗ്ലൂക്കോസ് പെൻറ്റാസെറ്റേറ്റും കൂടെ ഞാൻ വരച്ചു തന്നിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് നോർമൽ ഓർ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഇനി നമുക്ക് സം മോർ ഫാക്ട് അബൌട്ട് ഗ്ലൂക്കോസ്. NCERT പറയാത്ത കുറച്ച് പാർട്ടാണ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് ഫിനൈൽ ഹൈഡ്രജൻ ഫോംസ് ഗ്ലൂക്കോസ് ഫിനൈൽ ഹൈഡ്രസോൺ. ഫിനൈൽ ഹൈഡ്രജൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാലോ. ഫിനൈൽ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ NH2 NH ബെൻസീൻ റിംഗ് ആണ് ഫിനൈൽ ഹൈഡ്രജൻ. ഇതാണ് ഫിനൈൽ ഹൈഡ്രജൻ. ഇതിലേക്ക് കാർബണൈൽ കോമ്പൗണ്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ H2O പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? C ഡബിൾ ബോണ്ട് NH ബെൻസീൻ റിംഗ് കിട്ടും, ഹൈഡ്രസോൺ ഫോം ചെയ്യും. ഗ്ലൂക്കോസിലേക്ക് ആഡ് ചെയ്താലും ഗ്ലൂക്കോസിലുള്ള ആൽഡിഹൈഡ് ഇതേപോലെ ഹൈഡ്രസോൺ ആയിട്ട് മാറും, ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ആണ് ഉള്ളതെങ്കിൽ. എന്നാൽ ഗ്ലൂക്കോസിലേക്ക് നമ്മൾ എക്സസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് 3 മോളിക്യൂള് ഫിനൈൽ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എ സ്പെഷ്യൽ കോമ്പൗണ്ട് കോൾഡ് ഓസസോൺ എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. അത് യെല്ലോ കളറുള്ള സാധനമാണ് ഓസസോൺ. ഫ്രക്ടോസും ഇതേപോലത്തെ പ്രൊഡക്റ്റ് തന്നെയാണ് തരിക. അതുകൊണ്ട് ഈ കിട്ടുന്ന ഓസസോണിനെ ഫ്രക്ടോസസോൺ എന്നോ ഗ്ലൂക്കോസസോൺ എന്നോ വിളിക്കാം. രണ്ടും ഒരേപോലെയാണ് ഫോം ചെയ്യുക. അതുകൊണ്ട് രണ്ടിനെയും നമുക്ക് ഒരേപോലെ തന്നെ പറയാം, ഫ്രക്ടോസസോണോ അല്ലെങ്കിൽ ഗ്ലൂക്കോസസോൺ എന്തെങ്കിലും പറയാം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷൻ, നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് ലൈക്ക് സോഡിയം ബോറോഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബാർ മെർക്കുറി പോലത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് റെഡ്യൂസ് ചെയ്തിട്ട് സോർബിറ്റോൾ എന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. സോർബിറ്റോൾ. എന്താ സോർബിറ്റോൾ എന്നറിയാമോ? ഇതാ ഇങ്ങോട്ട് വായിച്ച് ഇങ്ങോട്ട്, തേർഡ് വായിച്ച് ഇങ്ങോട്ട്, H അങ്ങോട്ട്, ബാക്കിയൊക്കെ അങ്ങോട്ട് തന്നെ. ഗ്ലൂക്കോസിൻ്റെ ആൽഡിഹൈഡ് ആൽക്കഹോളായ സാധനത്തിൻ്റെ പേരാണ് സോർബിറ്റോൾ. ഇതിനെ ഗ്ലൂസിറ്റോൾ എന്ന് പറയാം. ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഗ്ലൂസിറ്റോൾ എന്ന് പറയാം. സോർബോസിൽ നിന്ന് കിട്ടുന്നത് ഇതേ ടൈപ്പ് ആയതുകൊണ്ടാണ് സോർബിറ്റോൾ എന്ന് പറയുന്നത്. സോ ഗ്ലൂസിറ്റോൾ അല്ലെങ്കിൽ സോർബിറ്റോൾ എന്ന് പറയാം. We can conclude that reduction of glucose is possible, which gives this product called glucitol or sorbitol by its reduction. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഔട്ട് ഓഫ് NCERT. സോ അതും കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്, കോൺഫിഗറേഷൻ ഓഫ് മോണോസാക്കറൈഡ്. നമ്മൾ നേരത്തെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ വരച്ചപ്പോൾ താഴെ D എന്ന് എഴുതിയല്ലോ. വാട്ട് ദാറ്റ് D സ്റ്റാൻഡ്സ് ഫോർ? നേരത്തെ ഞാൻ ഗ്ലിസറാൽഡിഹൈഡ് പറഞ്ഞിരുന്നു, ഒന്നും കൂടെ അത് ആവർത്തിച്ച് പറയുകയാണേ. ഗ്ലിസറാൽഡിഹൈഡിൻ്റെ ഫോർമുല നമുക്കറിയാം, CHO CH2OH, ഇവിടെ OH-ഉം H ഉണ്ട്. ഇതാണ് ഗ്ലിസറാൽഡിഹൈഡ്. ഈ ഗ്ലിസറാൽഡിഹൈഡിൻ്റെ OH-ന്റെ പൊസിഷൻ്റെ ബേസിൽ ഉണ്ടാക്കിയ ഒരു കോൺഫിഗറേഷനാണ് DL. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് എന്ന് അർത്ഥമുള്ളല്ലോ. ഇതിൽ ഈ പറയപ്പെട്ട OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ അതിനെ ഡെക്സ്ട്രോ എന്ന അർത്ഥത്തിൽ ക്യാപിറ്റൽ ലെറ്റർ D ഉപയോഗിക്കും. ശ്രദ്ധിക്കുക, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നമ്മൾ D ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടെ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കുക. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. എന്നാൽ ആ OH ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലീവോ എന്ന അർത്ഥം വരുന്ന L ആണ് ഉപയോഗിക്കുക. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ സ്മോൾ ലെറ്റർ അല്ല ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് OH ഫസ്റ്റ് ആണ് ഇത്. ഇതിപ്പോൾ വലിയൊരു ഗ്ലൂക്കോസ് പോലത്തെ വലിയൊരു സാക്കറൈഡ് ചെയിൻ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ കാർബൺ ഇതാണല്ലോ, സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ഇതാണ്. ഈ കാർബണിലുള്ള OH-ന്റെ പൊസിഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ കാർബണിലുള്ള OH-ന്റെ പൊസിഷൻ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ അതിനെ D എന്നും ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ അതിനെ L എന്നും വിളിക്കും. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ DL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഈ ഗ്ലിസറാൽഡിഹൈഡിനെ സംബന്ധിച്ച് D ഫോം പ്ലസും L ഫോം മൈനസുമായിട്ടാണ് പറയാം. ഇതിനോട് സാദൃശ്യമുള്ള എല്ലാ ആൾക്കാരും D എന്നും ഇതിനോട് സാദൃശ്യമുള്ള എല്ലാ ആൾക്കാരും L എന്നാണ് വിളിക്കുക. ഇനി നോക്കിക്കോട്ടെ, ഗ്ലൂക്കോസ് ഞാൻ ഇതേ രീതിയിൽ ഗ്ലൂക്കോസ് വരയ്ക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു തരാമോ? CHO 6 കാർബൺ, ആറാമത്തെ കാർബണിൽ CH2OH 3 4 5, ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബണിലെ OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. ഇങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. ഇവിടെ H ആണ്, H. ഇതാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് D ആണോ L ആണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഗ്ലൂക്കോസ് D ആണോ L ആണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? കണ്ടോ, ഗ്ലൂക്കോസിൽ സെക്കൻഡ് ലാസ്റ്റ് OH റൈറ്റ് സൈഡിലേക്കല്ലേ, അതുകൊണ്ട് ഗ്ലൂക്കോസ് D ആണ്.
അതുകൊണ്ട് ഗ്ലൂക്കോസിനെ ഡി ഗ്ലൂക്കോസ് എന്നാണ് വിളിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറലി ഒക്കറിങ് ഫോം പ്ലസ് ആയതുകൊണ്ട് ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഡി എൽ എന്നുള്ള പേരിട്ടത് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിയും ഒപ്റ്റിക്കൽ ഐസോമർസിൻ്റെ ഡിയും ബന്ധമില്ല. ഇവിടെ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് OH-ൻ്റെ കോൺഫിഗറേഷൻ ആണ്, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അല്ല. പറഞ്ഞു വന്നത് ഡി എന്നതിൽ പ്ലസ് വരാം, ഡി എന്നതിൽ മൈനസും വരാം. നമ്മൾ ഗ്ലൂക്കോസിനെ പറ്റി പറയുമ്പോൾ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്നാ പറയാം, പക്ഷെ ഫ്രക്ടോസിനെ പറ്റി പറയുമ്പോൾ ഡി മൈനസ് ഫ്രക്ടോസ് എന്നാ പറയാം. കാരണം നാച്ചുറലി ഒക്കറിങ് ഗ്ലൂക്കോസ് പ്ലസ് റൊട്ടേറ്ററി ആണ്, പക്ഷെ നാച്ചുറലി ഒക്കറിങ് ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. ബട്ട് സെക്കൻഡ് ലാസ്റ്റ് OH അങ്ങോട്ട് തന്നെയാണ്, അതുകൊണ്ട് ഡി എന്ന് പറയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ദിസ് ഡി സ്റ്റാൻഡ്സ് ഫോർ കോൺഫിഗറേഷൻ ഓർ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് സെക്കൻഡ് ലാസ്റ്റ് OH ആൻഡ് ദിസ് ഡി ഓർ പ്ലസ് സൈൻ സ്റ്റാൻഡ്സ് ഫോർ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. സോ ഇതിന് ഈ ഗ്ലൂക്കോസിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ഗ്ലൂക്കോസ് എന്ന് എഴുതാം. ഈ ഫ്രക്ടോസിന് എങ്ങനെ എഴുതാം, ഡി എൽ ഫ്രക്ടോസ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ, ഇത് കോൺഫിഗറേഷൻ, ഇത് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്, ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ പഠിച്ചുവല്ലോ. ഇങ്ങനെ സ്ട്രക്ചർ കിട്ടി വളരെ റിലാക്സ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഗ്ലൂക്കോസിൻ്റെ കൂടുതൽ പഠനങ്ങൾ നടന്നത്. കൂടുതൽ പഠനങ്ങൾ നടന്നപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ആൽഡിഹൈഡിക് പാർട്ട് ഉണ്ടായിരുന്നിട്ടും ഒരുപാട് റിയാക്ഷൻ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല. അതല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിൽ എന്തോ പന്തികേടുള്ള പോലെ തോന്നി. അങ്ങനെ പഠിച്ചപ്പോഴാണ് ഗ്ലൂക്കോസ് സൈക്ലിക് സ്ട്രക്ചറിലാണ് നിലനിൽക്കുന്നത്, അത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശിയ കുറച്ച് കണ്ടെത്തലുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗ്ലൂക്കോസ് ഈവൻ ദോ ഹാവിങ് ആൽഡിഹൈഡിക് ഗ്രൂപ്പ് couldn't react with sodium bisulfate NaHSO3. ഗ്ലൂക്കോസിന് സോഡിയം ബൈസൾഫൈറ്റ് അഡീഷൻ തരാൻ പറ്റിയില്ല. നോക്കണേ, ഗ്ലൂക്കോസിനകത്ത് ആരുണ്ട്? ആൽഡിഹൈഡ് ഉണ്ട്. ആൽഡിഹൈഡ് സാധാരണയായിട്ട് തരുന്ന റിയാക്ഷൻ അല്ലേ സോഡിയം ബൈസൾഫൈറ്റ് അഡീഷൻ, പക്ഷേ ഗ്ലൂക്കോസിന് തരാൻ പറ്റിയില്ല. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസിൻ്റെ ആൽഡിഹൈഡിക് പാർട്ടിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അതേപോലെ അമോണിയ അഡീഷൻ തരാൻ പറ്റിയില്ല. അതേപോലെ ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് ഇത് ശരിയല്ല, ഇത് ഇങ്ങനത്തെ കുറച്ച് റിയാക്ഷൻസ് ഗ്ലൂക്കോസിന് തരാൻ പറ്റില്ല. നോക്കൂ, സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ, ഷിഫ്റ്റ്സ് ടെസ്റ്റ്, അമോണിയ അഡീഷൻ തുടങ്ങിയവ ഗ്ലൂക്കോസിന് തരാൻ പറ്റിയില്ല. ഗ്ലൂക്കോസിൽ ആൽഡിഹൈഡ് ഉണ്ട്. ആൽഡിഹൈഡ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തരേണ്ടിയിരുന്ന റിയാക്ഷനുകളാണ് ഇത്. പക്ഷേ ഗ്ലൂക്കോസിന് തരാൻ പറ്റിയില്ല. എന്തുകൊണ്ടോന്ന് അറിയില്ല. വെയിറ്റ്, അപ്പോൾ തരാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കി വെച്ച ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ, അഥവാ നമ്മൾ മനസ്സിലാക്കി വെച്ച ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കി വെച്ച ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ടെസ്റ്റുകൾ തരണം. പക്ഷേ ഈ ടെസ്റ്റുകൾ തന്നില്ല, ഷോയിങ് ദാറ്റ് സംതിങ് റോങ് വിത്ത് അവർ സ്ട്രക്ചർ. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് ഓർമ്മയുണ്ടോ? ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് 3 അസറ്റിക് അൺഹൈഡ്രേറ്റുമായി റിയാക്ട് ചെയ്തിട്ടുണ്ടായ സ്ട്രക്ചർ, OH ഗ്രൂപ്പിൻ്റെ ടെസ്റ്റ് ചെയ്ത സ്ട്രക്ചറാണല്ലോ ഇത്, ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ്. ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇവിടെയുള്ള ഈ ഭാഗവുമാണ് മാറുന്നത്. ആൽഡിഹൈഡിന് വല്ല കേടും വരുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റിൽ നമ്മുടെ കണക്ക് പ്രകാരം ആൽഡിഹൈഡിന് ഒരു കേടുമില്ലെങ്കിലും ഹൈഡ്രോക്സിൽ അമീനുമായി റിയാക്ട് ചെയ്തപ്പോൾ ഗ്ലൂക്കോസ് പെൻറ്റാ അസറ്റേറ്റ് റിയാക്ഷൻ തന്നില്ല, ഷോയിങ് ദാറ്റ് സംതിങ് റോങ് ദർ ഓൾസോ. അപ്പോൾ ഈ രണ്ട് ഒബ്സർവേഷൻ ആൽഡിഹൈഡിന് കിട്ടേണ്ടിയിരുന്നത് ഗ്ലൂക്കോസിന് തരാൻ കഴിഞ്ഞിട്ടില്ല. സോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം ഗ്ലൂക്കോസ് 2 ക്രിസ്റ്റലൈൻ ഫോമിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റി. ശ്രദ്ധിക്കുക, ഗ്ലൂക്കോസിന് നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലൂക്കോസ് ക്രിസ്റ്റലുകളായിട്ട് മാറി. ആ ക്രിസ്റ്റലുകൾ എടുത്ത് പഠിച്ചു നോക്കിയപ്പോഴുണ്ടാകുന്ന അവസ്ഥകളാണ് പറയാൻ പോകുന്നത്. നോക്കൂ, 419 ഡിഗ്രി മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു സംഭവത്തെ നമുക്ക് 303 കെൽവിനിൽ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റി. നോക്കൂ, നമ്മളൊരു ഗ്ലൂക്കോസ് 303 കെൽവിനിൽ കിട്ടി. ആ ഗ്ലൂക്കോസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 419 അതേ സ്ഥാനത്ത് 371 കെൽവിനിൽ നമുക്കൊരു ഗ്ലൂക്കോസ് ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടി. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 423 നോക്കണേ, 2 വ്യത്യസ്ത മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഗ്ലൂക്കോസ്. അതിനർത്ഥം എന്താ? 2 വ്യത്യസ്ത ഗ്ലൂക്കോസ് എന്നല്ലേ?
നോക്കണേ, രണ്ട് വ്യത്യസ്ത മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ രണ്ട് വേറെ വേറെ ഗ്ലൂക്കോസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരൊറ്റ ഗ്ലൂക്കോസ് ഒരൊറ്റ സ്ട്രക്ചറൊക്കെ ആയിരുന്നു. പക്ഷേ കൂടുതൽ പഠനത്തിലേക്ക് പോയപ്പോൾ മനസ്സിലായത് ഗ്ലൂക്കോസ് ഓപ്പൺ ചെയിൻ ആയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന് നമ്മൾ മനസ്സിലാക്കി ഓപ്പൺ ചെയിൻ എന്തോ പ്രശ്നമുണ്ട്, ഗ്ലൂക്കോസ് രണ്ട് രീതിയിലൊക്കെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തുകയാണ്. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഈ കിട്ടിയ രണ്ട് സ്ട്രക്ചറുകളെ പേര് കൊടുത്തു. ഒന്നാമത്തെ ഫോമിന് ആൽഫ ഫോം എന്നും രണ്ടാമത്തെ ഫോമിന് ബീറ്റ ഫോം എന്നും വിളിച്ചു. ഇനി ആൽഫ ഫോമിൻ്റെ പ്രത്യേകതകൾ, മെൽറ്റിംഗ് പോയിന്റ് 419 കെൽവിനാണ്, ഇവിടെ 423 കെൽവിനാണ്. ഇവിടുത്തെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ 112 ഡിഗ്രിയാണ്, ഇവിടെ 19 ഡിഗ്രിയാണ്. ഇത് 303 കെൽവിനിലാണ് കിട്ടിയത്. ഇത് കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചറിലാണ് കിട്ടിയത്, 371 കെൽവിനിലാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? ഗ്ലൂക്കോസിൻ്റെ നമ്മൾ മനസ്സിലാക്കിയ സ്ട്രക്ചറിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഗ്ലൂക്കോസിന് സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ പഠിച്ചപ്പോൾ മനസ്സിലായത് ഗ്ലൂക്കോസ് എന്ന മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നോക്കിക്കോ, ഞാൻ വീണ്ടും വരക്കട്ടെ. ഞാൻ ഇങ്ങനെ വരക്കണത് കണ്ട് നിങ്ങൾക്കത് സിമ്പിളായിട്ട് വരക്കാൻ പറ്റണം. ഒന്ന് സഹായിക്കാമോ? സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ. തേർഡ് കാർബണിൽ OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയൊക്കെ റൈറ്റ് സൈഡ്. ഇവിടെ 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 എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്. ഇതാണല്ലോ ഗ്ലൂക്കോസ്. ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് വിളിക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. ഇനി ഇത് നോക്കണേ, നിങ്ങൾ 1 2 3 4 5 6 നിങ്ങൾ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്ന ചാപ്റ്റർ പഠിച്ചു തോർക്കുന്നില്ലേ? ആ ചാപ്റ്ററിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ പഠിച്ചു തോർക്കുന്നുണ്ടോ? ആൽഡിഹൈഡിലേക്ക് ആൽക്കഹോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അഡീഷൻ നടന്നിട്ട്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നിട്ട് അസറ്റാൽ ഫോം ചെയ്യുന്നു. ആദ്യം ഹെമി അസറ്റാൽ, പിന്നീട് അസറ്റാലായി മാറും. അപ്പം എങ്ങനെ അത് കാണിക്കാം? ഞാൻ ഒന്നുകൂടി ഞാനൊരു കാര്യം ചെയ്തിട്ട് ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാം. RCHO വിശദീകരിച്ച് എഴുതാം, കാരണം പ്ലസും മൈനസും കാണിക്കുന്ന രീതിയിൽ. പ്ലസ് ROH. ഓക്കെ അല്ലേ? ഇതിൽ പ്ലസും മൈനസും നോക്കിക്കോ. ഇയാൾക്ക് മൈനസും ഇയാൾക്ക് പ്ലസും ആണല്ലോ കിട്ടുക. ഇവിടെ ഇയാൾക്ക് മൈനസ് ഇയാൾക്ക് പ്ലസ് ആണ് കിട്ടുക. സ്വാഭാവികമായിട്ടും ഈ പ്ലസ് ഇതിലേക്കും ഈ മൈനസ് ഇതിലേക്കും ആഡ് ചെയ്യൂലേ? അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു തന്നാട്ടെ. RC, ഈ O എന്താകും? H ഇങ്ങോട്ട് വന്ന OH ആകും. ഈ കാർബണിലേക്ക് OR വരും. ഈ കാർബൺ ഓൾറെഡി H ഉണ്ട്, അതിലേക്ക് OR വരും. കണ്ട, ഇങ്ങനെയല്ലേ കിട്ടുക ആൽഡിഹൈഡിൽ പഠിച്ചത്. ഇതിൻ്റെ പേരാണ് എന്ത്? ഹെമി അസറ്റാൽ. ഹെമി അസറ്റാൽ. ഗ്ലൂക്കോസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഗ്ലൂക്കോസിനകത്ത് ഈ പറയപ്പെട്ട ആൽഡിഹൈഡ് ഇല്ലേ, ആൽക്കഹോളുകളും ഇല്ലേ? ഗ്ലൂക്കോസിൻ്റെ ഉള്ളിൽ ഇൻട്രാമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയെ പറ്റി പഠിച്ചു, ഈ റിയാക്ഷനെ പറ്റി ഓർത്തപ്പോൾ. സോ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഗ്ലൂക്കോസിലെ ഈ ഒന്നാമത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അഞ്ചാമത്തെ OH ഗ്രൂപ്പുമായിട്ട് ഈ പറഞ്ഞ ഹെമി അസറ്റാൽ ഫോം ചെയ്യുന്ന സാധ്യതയെ പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാർബണിലെ OH. ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഞാൻ അവിടെ ആ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് ചെറിയൊരു ചേഞ്ച് വരുത്തുന്ന നോക്കോ. ഇതാ ഈ ഒരു പാർട്ട് ഞാൻ മാറ്റിയിട്ട് C ഡബിൾ ബോണ്ട് ഇങ്ങനെ കാണിക്കാമല്ലോ. നോക്കിക്കോളൂ, ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇതുമായിട്ട് ഹെമി അസറ്റാൽ ഫോം ചെയ്യുന്ന കണ്ടോളൂ. ഈ ഓക്സിജൻ നേരെ ഈ കാർബണിലേക്ക് വരുന്നു, ഈ ഹൈഡ്രജൻ നേരെ ഈ ഓക്സിജനിലേക്ക് പോകുന്നു. അപ്പം ഈ O എന്താകും? ഈ Hമായി ചേർന്ന് OH ആകും. ഈ O നേരെ ഈ കാർബണിലേക്ക് ബോണ്ടാകും. അങ്ങനെ ബോണ്ടായി കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രക്ചർ നോക്കിക്കോളൂ, വെരി ഇൻട്രസ്റ്റിംഗ്. നോക്കിക്കോളൂ, C, ഞാൻ ഈ പാർട്ട് താഴെ കാണിക്കുകയാണ്. ഈ C ആണ്. ആ C മൊത്തം 2 3 4 5 6 Cകളുണ്ട്. അതിൽ ഇവിടെ OH ആണ്, ഇവിടുത്തെ OH ഇങ്ങോട്ടാണല്ലോ, ഇവിടെയും OH ആണ്. ഈ OH ആണ് ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ പോയത്. ഈ OH ആണ് റിയാക്ട് ചെയ്യാൻ പോയത് ഈ കാർബണുമായിട്ട്. റിയാക്ട് ചെയ്യാൻ പോയത് ഈ OH ആണ്. നോക്കിക്കോളൂ, അതിങ്ങനെ ഇങ്ങോട്ട് ഓക്സിജനിലൂടെ കാർബണിലേക്ക് ബോണ്ടാക്കി. ഇതാ ഈ O ഇങ്ങനെ ഇങ്ങോട്ട് ബോണ്ടാക്കി.
ആ കാർബണിൽ എച്ച് ഉണ്ടല്ലോ, ആ കാർബണിൽ എച്ച് ഉണ്ട്, ആ എച്ചാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇനി ആ ഓ ഉണ്ടല്ലോ, ആ ഓയിലേക്ക് ഈ എച്ച് പോയി. ദിസ് പെർട്ടിക്കുലർ എച്ച് ഈസ് നൗ പ്രസൻറ്റ് ഓൺ ദിസ് ഓക്സിജൻ. ഞാൻ ആ ഓ ആണ് ഇത്, അതിൽ ആ പുതിയ എച്ചും വന്നതാ. ഇങ്ങനെ കിട്ടി. മറ്റുള്ള ഭാഗത്തുള്ള എച്ചുകൾ അതേപോലെ ഉണ്ട്. ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടി. ഇനി നോക്കണേ, ഇതിപ്പോൾ പ്ലാനാർ ജോമെട്രി ആണല്ലോ ആൽഡിഹൈഡിക് പാർട്ടിനുള്ളത്. പ്ലാനാർ ജോമെട്രിയിലേക്ക് ഒരു മോളിക്യൂൾ വന്ന് ആഡ് ചെയ്യുമ്പോൾ അതിന് ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയും വന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സി, ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചോട്ടെ. ഇതാ, ഇത് ട്രയാഗണൽ പ്ലാനാർ ആണ്. സോ ദിസ് ന്യൂക്ലിയോഫൈൽ ക്യാൻ അറ്റാക്ക് ത്രൂ ഫ്രണ്ട് ആസ് വെൽ ആസ് ബാക്ക് സൈഡ്. ഫ്രണ്ടിൽ അറ്റാക്ക് ചെയ്ത സ്ട്രക്ചറാണ് ഇതെന്ന് ഇരിക്കട്ടെ. സോ ദർ ഈസ് വൺ മോർ പോസിബിലിറ്റി, ബാക്കിലും അറ്റാക്ക് ചെയ്യാം. ബാക്കിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവും നോക്കാം. 1 2 3 4 5 6 അതേപോലെ തന്നെ ഞാൻ കാണിച്ചു. ഇവിടെ ഈ കാർബൺ അഞ്ചാമത്തെ കാർബണിലേക്ക് ഓക്സിജനിലൂടെ ഇങ്ങനെ ഈ എമി അസെറ്റൈൽ റിങ് ഫോം ചെയ്തു. പക്ഷേ ഇവിടെ ഞാൻ കാണിക്കുന്നു നോക്കിക്കോളൂ, ഇവിടെ ഓക്സിജനിലേക്ക് വരുമ്പോൾ ഓക്സിജൻ OH ഇങ്ങോട്ടായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടായിട്ട് നിൽക്കാം. അങ്ങോട്ടായിട്ട് നിന്നാണ് അത്. ഇങ്ങോട്ടായിട്ട് നിൽക്കാം. ഇങ്ങോട്ടായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇവിടെ OH വരും, H അങ്ങോട്ട് വരും. വേറെ എവിടെയും വ്യത്യാസമില്ല. മനസ്സിലായില്ല? ഒന്നുകൂടെ, ഈ ലോൺ പെയർ ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയും അറ്റാക്ക് ചെയ്യാം. ഫ്രണ്ടിൽ അറ്റാക്ക് ചെയ്താൽ ഒരു സൈഡിലേക്കാണെങ്കിൽ ബാക്കിൽ അറ്റാക്ക് ചെയ്താൽ മറ്റേ സൈഡിലേക്ക് വായിച്ചു വരിക. അത്ര വ്യത്യാസമുള്ളൂ. ബാക്കി പാർട്ടിനൊന്നും കേടില്ല. ബാക്കി പാർട്ട് അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ വായിച്ച് ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. ഓർമ്മയുണ്ടല്ലോ? അത് അതേപോലെ തന്നെ സംഭവിക്കും. എന്നിട്ട് നമുക്ക് ഈ സ്ട്രക്ചർ കിട്ടും. സോ ഇങ്ങനെ രണ്ട് സ്ട്രക്ചറുകൾ കിട്ടുന്നു. ഇപ്പോഴാണ് പിടി കിട്ടിയത്. ഗ്ലൂക്കോസ് ഇൻട്രാമോളിക്കുലാർ ഹെമി അസെറ്റൈൽ ഫോർമേഷൻ ത്രൂ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് രണ്ട് രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് രീതിയിൽ നിലനിൽക്കുന്നതാണ് നമുക്ക് നേരത്തെ കിട്ടിയ ആൽഫ ഫോമും ബീറ്റ ഫോമും എന്ന് തിരിച്ചറിഞ്ഞു. അതിൽ OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലേക്കുള്ള ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് ആൽഫ, ലെഫ്റ്റ് സൈഡിലുള്ള ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് ബീറ്റ. ഓക്കെ, സോ ഞാൻ ഇതിനെ വൃത്തിയിൽ പറയുകയാണെങ്കിൽ ഈ സ്ട്രക്ചറിനെ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് വിളിക്കാം. അതേപോലെ ഇതിനെ ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് വിളിക്കാം. അപ്പോൾ സാറേ ഇതും പ്ലസ് ആണോ? ആണ്, രണ്ടും പ്ലസ് തന്നെയാണ്. രണ്ടും പ്ലസ് ആണ്. രണ്ടും ഒരേ സൈഡിലേക്കാണ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ചെയ്യുക. പക്ഷേ ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നത് 112 ഡിഗ്രി ആണെങ്കിൽ ഇയാൾക്ക് 19 ഡിഗ്രി ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇത്ര തിരിയും, മറ്റാൾ ഒന്നായിട്ട് തിരിയും 112 ഡിഗ്രിയിൽ. അതാണ് വ്യത്യാസം. രണ്ടാൾ ഒരേ സൈഡിൽ തന്നെയാണ് തിരിയുന്നത്. ഓക്കെ, ഇതാണ് ആൽഫ ഫോം ബീറ്റ ഫോം. സോ വി ഗോട്ട് ദ കൺക്ലൂഷൻ ദാറ്റ് ഗ്ലൂക്കോസ് എന്തുകൊണ്ട് സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ തന്നില്ല, എന്തുകൊണ്ട് അമോണിയ അഡീഷൻ തന്നില്ല, എന്തുകൊണ്ട് അതേപോലെ തന്നെ ഷിഫ്റ്റ് ടെസ്റ്റ് തന്നില്ല? കാരണം എന്താ? ഗ്ലൂക്കോസിൽ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിൽ ഉണ്ടായിരുന്നത് എവിടെ? ആക്ച്വലി ഗ്ലൂക്കോസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ല. അത് സൈക്ലിക് ആയിട്ട് ഇങ്ങനെ സൈക്ലൈസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സാറേ ചില ആൽഡിഹൈഡിൻ്റെ റിയാക്ഷൻ തന്നതോ? ചില റിയാക്ഷൻ മീഡിയത്തിൽ ഈ ബോണ്ട് മുറിയും, ഈ ബോണ്ട് മുറിഞ്ഞിട്ട് അത് ഈ സ്റ്റേജിലേക്ക് വരും. ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ റിയാക്ഷൻ തരാൻ പറ്റും. അതുകൊണ്ടാണ് ചില ആൽഡിഹൈഡിൻ്റെ റിയാക്ഷൻ ഗ്ലൂക്കോസ് തരുന്നതും ചില റിയാക്ഷൻ തരാൻ പറ്റാത്തതും. തരാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന കേസുകളാണ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന കേസിൽ ഇങ്ങനെ ആവും. അപ്പോൾ ആ ടെസ്റ്റുകൾ തരും. അതുകൊണ്ടാണ് ചില ടെസ്റ്റ് പോസിറ്റീവും ചില ടെസ്റ്റ് നെഗറ്റീവായിട്ടും വന്നത്. സോ ദിസ് ഇസ് ദ കൺക്ലൂഷൻ ഓഫ് സൈക്കിൾ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ലേറ്റർ ഓൺ ഈ സ്ട്രക്ചറിനെ, ഇതിപ്പോൾ നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയിൽ വരച്ചതാണ്. ഈ സ്ട്രക്ചറിനെ ഹാവർത്ത് എന്ന സയൻറ്റിസ്റ്റ് ഈ സ്ട്രക്ചറിനെ സൈക്ലിക് ഫോമിൽ തന്നെ വരയ്ക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് ഹാവർത്ത് ഫോർമുല. ഞാൻ ഹാവർത്ത് ഫോർമുലയും കൂടി വരച്ചോട്ടെ. ഗ്ലൂക്കോസിൽ നോക്കണേ, ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് ഫോർമുലയിൽ കാണിക്കുമ്പോൾ ഈ സൈക്കിളിനകത്ത് ഗ്ലൂക്കോസിൻ്റെ സൈക്കിളിനകത്ത് 1 2 3 4 5 6 കോർണറുള്ള റിംഗ് ആയിട്ട് വരും. എന്താ സാറേ ഓക്സിജൻ എണ്ണിയിട്ടുള്ളത്? റിങ്ങിനകത്തുള്ള ആൾക്കാരെ എണ്ണിയതാണ് ഞാൻ, കാർബൺ എണ്ണിയതല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കിക്കോളൂ. ഞാൻ ജസ്റ്റ് അതും കൂടി സ്ക്രീനിലുള്ള രീതിയിൽ ചെയ്യാം. ഇതാ സി, ഹാവർത്ത് ഫോർമുല വരക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ 6 കോർണറുള്ള റിങ് വേണം. 6 കോർണറുള്ള റിങ് എന്ന് പറയുന്നത് ഇതല്ലേ? ഞാൻ കളർ മാറ്റട്ടെ. അതോടൊപ്പം 6 കോർണറുള്ള റിങ്. ഇതിൽ ഒരു സൈഡിൽ ഓക്സിജൻ വന്ന അവസ്ഥയിലാണുള്ളത് അല്ലേ?
ഈ സ്ട്രക്ചർ ഇതൊരു കോമ്പൗണ്ടാണ്, ഇതൊരു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടാണ്. ഇതിൻ്റെ പേരാണ് പൈറാൻ. പൈറാൻ ഇതിനോട് റിസംബിൾ ചെയ്യുന്ന സ്ട്രക്ചറാണ് ഹാവർത്ത് വരച്ചത്. പൈറാനോസിനോട് റിസംബിൾ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് പേര്, പൈറാനോസ് എന്ന് വരുന്നത്. ഞാൻ ആ സ്ട്രക്ചർ വരക്കട്ടെ. സി ഇതാ, അതിൻ്റെ ഡബിൾ ബോണ്ട് മായ്ച്ചിട്ടുള്ള കോലത്തിലാണ് വരക്കുന്നത്. ഇതിലിപ്പോൾ ഈ പാർട്ട് എന്ത് ചെയ്യും, ഇവിടെ ഓക്സിജൻ. ഞാൻ രണ്ട് സ്ട്രക്ചർ ഇപ്പോഴേ വരച്ചിട്ട് എന്നാൽ പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബീറ്റ ഫോമാണ് നമ്മൾ വരക്കുന്നത് എന്നിരിക്കട്ടെ. ബീറ്റ ഫോം ഇത് ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ ലെഫ്റ്റും റൈറ്റും ഇല്ല, മേലും താഴെയാണ് ഉണ്ടാവുക സൈക്കിൾ സ്ട്രക്ചർ വരക്കുമ്പോൾ. ഒന്നാമത്തെ കാർബണാണ് ഈ കാണുന്ന കാർബൺ 1. ഒന്നാമത്തെ കാർബണാണ് ഇത് 1 2 3 4 5 6. ഇനി ഒന്നാമത്തെ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, OH ഉണ്ട്. രണ്ടാമത്തെ കാർബണിലും ഹൈഡ്രജൻ OH, മൂന്നാമത്തെ കാർബണിൽ അതേപോലെ തന്നെ. പക്ഷെ ഒന്നാമത്തെ കാർബണിൽ ആരുണ്ട്, O ഉണ്ട്, അത് 5ലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. നോക്ക്, 1ലെ O 5ലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ശരിയാണല്ലോ, റൈറ്റ്. ഇനി ഞാൻ ബീറ്റ ഫോമാണ് വരക്കുന്നതെങ്കിൽ ഇതൊക്കെ ലെഫ്റ്റ് സൈഡ് അല്ലേ, ലെഫ്റ്റ് ഈക്വൽസ് മേലെ, ലെഫ്റ്റ്. നേരത്തെ പറഞ്ഞിരുന്നു മേലെ ലെഫ്റ്റ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇത് ലെഫ്റ്റ് ആണ് അല്ലേ, ഇത് ലെഫ്റ്റ് ആണ്, അപ്പോൾ മേലെയാണ് വരേണ്ടത്. ഇതിപ്പോൾ ഞാൻ താഴെ കാണിച്ചിട്ടുള്ളതെങ്കിൽ ഇതെന്താണ്, ഇത് ആൽഫ ഫോമാണ്, ബീറ്റ ഫോം അല്ല. ഈ സാധനത്തെ ഞാൻ ഇവിടുന്ന് മാറ്റി മുകളിലേക്ക് ഇതുമ്പോൾ ഇത് ബീറ്റ ഫോം ആവുള്ളൂ. സോ ഞാൻ ഇത് ആൽഫ ഫോമായിട്ട് നിലനിർത്തുകയാണെങ്കിൽ ഈ സ്ട്രക്ചറാക്കി വരക്കാൻ പോവാണ്. ഇതാണ് ഈ കാണിക്കുന്നത് ആൽഫ ട്ടാ. ഓക്കെ, ഇതെങ്ങോട്ടാണ്, ഇത് മേലെയാണോ താഴെയാണോ, ഇത് റൈറ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡ് താഴെ. ഇനി താഴെ ആരാ, വീണ്ടും OH റൈറ്റ് സൈഡിലാണ്. പിന്നെ താഴെയുള്ളത് H, പിന്നെ താഴെയുള്ളത് OH, പിന്നെ താഴെയുള്ളത് ആരാണ്, ഇപ്പോൾ ഏത് കാർബൺ, ഈ 1 2 3 4 5 എത്തി. 1 2 3 4 എത്തിയിട്ടുള്ളൂ. 5 എന്ന് പറയുന്നതല്ല, ഈ 5 CH2 OH ഉണ്ട്, H ഉണ്ട്. ഈ 5 നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, 5 CH2 OH മുകളിലേക്ക് കാണിക്കുക, ഈ H താഴേക്ക് കാണിക്കുക. റൈറ്റ്, നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് ആണ് മേലേക്ക്, റൈറ്റ് സൈഡ് താഴേക്ക് അല്ലേ. അപ്പോൾ ഈ OH ആണ് താഴെ കിടക്കുന്ന OH, ഈ OH ആണ് താഴെ കിടക്കുന്ന OH, ഈ H ആണ് താഴെ കിടക്കുന്ന H, ഈ OH ആണ് താഴെ കിടക്കുന്ന OH. ഇനി CH2 OH ഇപ്പോൾ മുകളിലേക്കാണ് കാണിക്കേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. റൈറ്റ്, ഇതാണ് ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ പേര് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഇതിനെ ഗ്ലൂക്കോ പൈറാനോസ് എന്നും പറയും. ഗ്ലൂക്കോ പൈറാനോസ് എന്നാണ് വിളിക്കുക, ഗ്ലൂക്കോ പൈറാനോസ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ, ഇതിലിപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗത്ത് ഹൈഡ്രജൻ കാണണം. അവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. കണ്ട, 3ലെ OH ഇവിടെ, സോറി 3 ഇവിടെ OH ആണ്, ഇവിടെ 3 ഇവിടെ OH ആണ്. 3ലെ OH ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മേലെ, ബാക്കിയെല്ലാം താഴേക്ക്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഞാൻ ഇതും കൂടെ വരക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇവിടെ 3ലെ OH ലെഫ്റ്റ് സൈഡ് ആണല്ലോ, ലെഫ്റ്റ് സൈഡ് തന്നെ മുകളിലായതുകൊണ്ട് ഞാൻ 1 2 3 മുകളിലത് മുകളിലേക്ക് എഴുതി. ബാക്കിയൊക്കെ ഇവിടെ. പിന്നീട് ഒരു കാര്യം, ഇവിടെ CH2 OH മുകളിലേക്കാക്കി എഴുതുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ബാക്കി അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഒന്നാമത്തെ കാർബൺ ഇതാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാർബണിൽ OH ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മേലെ അല്ലേ. പിന്നെ രണ്ടാമത്തെ കാർബണിൽ ഹൈഡ്രജൻ ആണ് മേലെ. മൂന്നാമത്തെ കാർബണിൽ OH, 4ലും 5ലും ഹൈഡ്രജൻ. പക്ഷേ അഞ്ചാമത്തെ ഞാൻ പറഞ്ഞ CH2 OH മേലാക്കി എഴുതുക. ബാക്കിയൊക്കെ ഫില്ലപ്പ് ചെയ്യുക. കണ്ടോ, ബാക്കിയെല്ലാം നോക്കി നോക്ക്, വലിയ സംഭവമൊന്നുമില്ല. കണ്ടോ, അപ്പോൾ നിങ്ങൾ ഒരു OH മേലേക്ക് താഴത്തേക്ക് അങ്ങനെയൊന്നും പഠിക്കരുത്. മൂന്നാമത്തെ OH മേലെ, ബാക്കിയെല്ലാം താഴെ. ആൽഫയാകുമ്പോൾ ഈ OHും താഴേക്ക് വരും, ബീറ്റ ആകുമ്പോൾ ആ OH മേലേക്ക്. അങ്ങനെ ഓർക്കേണ്ടത്. ഓക്കെ, സോ ആൽഫയും ബീറ്റയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ആൽഫയിലെ ഈ ഫസ്റ്റ് കാർബണിലെ, ആൽഡിഹൈഡിന്റെ കേസിൽ ഫസ്റ്റ് കാർബൺ, കീറ്റോണെ പറ്റി പറയും ഇതേപോലെ. അപ്പോൾ സെക്കൻഡ് കാർബൺ എന്ന് പറയും. ഫസ്റ്റ് കാർബണിൽ OH ആൽഫയിൽ റൈറ്റ് സൈഡിലേക്കും ബീറ്റയിൽ ലെഫ്റ്റ് സൈഡിലേക്കുമാണ്. അതാണ് ബീറ്റ. ബീറ്റയിൽ അത് ലെഫ്റ്റ് സൈഡിലാണ്, ആൽഫയിൽ അത് റൈറ്റ് സൈഡിലാണ്. ഇനി ദിസ് പെർട്ടിക്കുലർ കാർബൺ, ഇവിടെ ഈ ഫസ്റ്റ് കാർബൺ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാർബൺ, ദിസ് പെർട്ടിക്കുലർ കാർബൺ ഈസ് കോൾഡ് ആനോമറിക് കാർബൺ. ഈ ആനോമറിക് കാർബണിലുള്ള OHന്റെ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മാറിയിട്ടല്ലേ വന്നത്. ഇവിടെ താഴേക്കാണ്, ഇവിടെ മുകളിലേക്കാണ്. നേരത്തെ കേസ് പ്രകാരം പറയുകയാണെങ്കിൽ ഒന്ന് ലെഫ്റ്റിലേക്കാണ്, ഒന്ന് റൈറ്റ് സൈഡിലേക്കാണ്. ഇങ്ങനെ ബാക്കിയൊക്കെ സെയിം ആണ്. ബാക്കിയൊക്കെ സെയിമും ഈ ആനോമറിക് കാർബൺ
ആനോമറിക് കാർബണിലുള്ള OH-ന്റെ കോൺഫിഗറേഷൻ മാത്രം മാറി വന്നു. ഇത്തരം ആളുകളുടെ പേരാണ് ആനോമേഴ്സ്. എന്താണ്? ആനോമേഴ്സ്. ദ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് OH ഗ്രൂപ്പ് അറ്റ് ആനോമറിക് കാർബൺ ആർ കോൾഡ് ആനോമേഴ്സ്. അപ്പോൾ ഒന്നുമില്ല, ആൽഫ ആൻഡ് ബീറ്റ ഐസോമേഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആനോമേഴ്സ്. അത്രേ ഉള്ളൂ. ആൽഫ ആൻഡ് ബീറ്റ ഐസോമേഴ്സ് ആർ കോൾഡ് ആനോമേഴ്സ്. എന്താ അവരുടെ പ്രത്യേകത? അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള കാർബൺ അഥവാ ആൽഡിഹൈഡിക് കാർബൺ, ഈ കേസിൽ ആൽഡിഹൈഡിക് കാർബണിലുള്ള OH-ന്റെ കോൺഫിഗറേഷൻ മാത്രം വ്യത്യാസം, ബാക്കിയൊക്കെ സെയിം. ഇതിൻ്റെ പേരാണ് ആനോമേഴ്സ്. ആനോമേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ ഗ്ലൂക്കോസ്, ആൽഫ ആൻഡ് ബീറ്റ ഫ്രക്ടോസ്, അങ്ങനെ എല്ലാം ആൽഫ ബീറ്റ കണ്ട അവർ ആനോമറുകളാണ്. ഇനി ചില മോളിക്യൂളിൽ ഇവിടെ ഒന്നും ആനോമറിക് കാർബണിലൊന്നും മാറ്റം ഉണ്ടാവില്ല, ഈ ഉള്ളിലത്തെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസും ഗാലക്ടോസും, ഗ്ലൂക്കോസും മാനോസും. ഗ്ലൂക്കോസിൽ 8 ഐസോമറുകളാണല്ലോ ഗ്ലൂക്കോസിൻ്റെ കൂടെ എണ്ണിയത്. ഗ്ലൂക്കോസ്, മാനോസ്, ഗാലക്ടോസ്, ഗുലോസ്, ഇഡോസ്, അൾട്രോസ്, അല്ലോസ്, ടാലോസ് എന്ന് പറഞ്ഞ 8 എണ്ണല്ലേ. ഈ 8ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാമോ? ദേ ആർ കോൾഡ് എപ്പിമേഴ്സ്. ദേ ആർ കോൾഡ് എപ്പിമേഴ്സ്. കാരണം അവിടെ ആനോമറിക് കാർബൺ ഇല്ല, CHO ടെർമിനൽ സെയിം ആണ്. പക്ഷെ എന്താ വ്യത്യാസം എന്നറിയാമോ? ഉള്ളിലുള്ള കാർബണുകളുടെ കോൺഫിഗറേഷൻ, OH-ന്റെ അറേഞ്ച്മെൻ്റ് ആണ് വ്യത്യാസം. ദേ ആർ കോൾഡ് എപ്പിമേഴ്സ്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ബൈ ദ ടേംസ് ആനോമേഴ്സ് ആൻഡ് എപ്പിമേഴ്സ്. ആനോമേഴ്സ് ഡിഫർ ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് OH ഗ്രൂപ്പ് അറ്റ് ആനോമറിക് കാർബൺ ഓർ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബൺ. അഥവാ ആൽഡോസ് ആണെങ്കിൽ ആൽഡിഹൈഡ്, കീറ്റോസ് ആണെങ്കിൽ കീറ്റോ ആണ്. എന്നാൽ എപ്പിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡിക് പാർട്ടിലോ കീറ്റോണിക് പാർട്ടിലോ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. അതർ ദാൻ ആനോമറിക് കാർബണിലായിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ വ്യത്യാസം വരിക. ക്ലിയർ ആണോ? ഇനി നമുക്ക് ജസ്റ്റ് അതിലേക്കൊന്ന് വരാം. സി ആനോമേഴ്സ് ആൻഡ് എപ്പിമേഴ്സ്. ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് ആർ C2 എപ്പിമേഴ്സ്. C2 എപ്പിമേഴ്സ്. അപ്പോൾ നോക്കിക്കോ, എന്താണ് ഗ്ലൂക്കോസ്? ഞാൻ നേരത്തെ വരച്ച പോലെ വരക്കാം, ജസ്റ്റ് ക്ലിയർ ഉണ്ടായിക്കോട്ടെ. 2, 3, 4, 5, 6 CH2OH, ഇവിടെ CHO അല്ലേ? ഇതേപോലെ തന്നെയാണ് ആരുള്ളത്? CH2OH, CHO 2, 3, 4, 5. ഇനി നോക്കണേ, ഞാൻ ഗ്ലൂക്കോസ് ആണ് വരയ്ക്കുന്നത്. ഗ്ലൂക്കോസിൽ 3 OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്, അങ്ങനല്ലേ? ഇവിടെ H, ഇവിടെ H, ഇതാണ് ഗ്ലൂക്കോസ്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഗ്ലൂക്കോസിനെ പോലെ തന്നെയാണ്, ബട്ട് C2 പൊസിഷൻ മാറിയിട്ടുണ്ടാവും. C2 പൊസിഷൻ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ, ഇവിടെ മാത്രം ഇങ്ങോട്ട് വരിക, ബാക്കിയൊക്കെ ഗ്ലൂക്കോസിനെ പോലെ തന്നെ. ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H. കണ്ടോ? ഇതാണ് എന്ത്? മാനോസ്. സോ ഗ്ലൂക്കോസും മാനോസും എന്താ വ്യത്യാസം? സെയിം ആണ് ഇവിടെ, സെയിം ആണ് ഇവിടെ, സെയിം ആണ് ഇവിടെ, സെയിം ആണ് ഇവിടെ, ബട്ട് ഇവിടെ വ്യത്യാസമുണ്ട്. എന്താ? ഇവിടെ ഇങ്ങോട്ടുള്ള OH ഇവിടെ ഇങ്ങോട്ടാണ്. എത്രാമത്തെ കാർബണില്? സെക്കൻഡ് കാർബണില്. സോ ദേ ആർ കോൾഡ് C2 എപ്പിമേഴ്സ്. ഇതേപോലെ നമ്മൾ ഗ്ലൂക്കോസും ഗാലക്ടോസും നോക്കിക്കഴിഞ്ഞാൽ എവിടെ വ്യത്യാസം ഉണ്ടാവുക? C4ലാവും. എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ സെയിം, ഇവിടെ മാത്രം തിരിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ OH ഇങ്ങോട്ടല്ലേ, ഈ കേസിൽ ഇങ്ങോട്ടായിട്ടുണ്ടാവും. അത്ര വ്യത്യാസമുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഗുലോസ്, ഇഡോസ്, അൾട്രോസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫോർമുല ഞാൻ നേരത്തെ കാണിച്ചല്ലോ. നിങ്ങൾക്ക് നോട്ട്സിൽ അതെല്ലാം കാണാം, അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാവും. ഇനി ഇതേപോലെ ഫ്രക്ടോസും സോർബോസും ഐസോമറുകളാണ്. നമ്മൾ ഫ്രക്ടോസ് കീറ്റോസ് ആണ്, സോർബോസും കീറ്റോസ് ആണ്, ടെഗാറ്റോസ്, സൈക്കോസ് ഒക്കെ അതിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. അവരൊക്കെ എപ്പിമറുകൾ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പിമറുകളാണ്. ക്ലിയർ? ദാറ്റ്സ് ഓൾ. സോ ദിസ് ഈസ് അബൌട്ട് ആനോമേഴ്സ് ആൻഡ് എപ്പിമേഴ്സ്. ഇനി കുറച്ചും കൂടി പോയിന്റുകൾ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാനുണ്ട്. ഹാവർത്ത് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒന്നുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ഹാവർത്ത് റെപ്രസെൻറ്റേഷൻ. ഇത് ആൽഫയാണെന്ന് ഇരിക്കട്ടെ, OH താഴേക്ക്, ഇത് ബീറ്റ ആയിരിക്കുമല്ലോ, അപ്പോൾ OH മേലേക്ക്. ഇനി എന്താലേക്കുള്ളത്? 1, 2, 3, 3 OH മേലേക്ക്, ബാക്കിയെല്ലാം താഴേക്ക്. എങ്ങനെ? 3 OH മുകളിലേക്ക്, ബാക്കിയെല്ലാം താഴേക്ക്. ഇനി ബാക്കി സ്പേസ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക, ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക, ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക, ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക, അല്ലേ? ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് കാർബൺ എപ്പോഴും CH2OH ആയിട്ടാണ് കാണിക്കേണ്ടത് മുകളിലേക്ക്. ചിലപ്പോൾ അതിനെ ഇങ്ങനെ കാണിക്കും, ബോണ്ട് ലൈനിൽ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഇവിടെ CH2 ഉണ്ടെന്ന് അർത്ഥം, ഇവിടെ H. സോ ദിസ് ഇസ് ആൽഫ ഫോം, ബീറ്റ ഫോം. എവിടെ വ്യത്യാസം? ഈ പൊസിഷനിലുള്ള OH താഴെയാണെങ്കിൽ ആൽഫ, മേലെയാണെങ്കിൽ ബീറ്റ. ദാറ്റ്സ് ഓൾ.
ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് മെത്തനോൾ ഫോംസ് ആൽഫ ആൻഡ് ബീറ്റ മീഥൈൽ ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആൽഡിഹൈഡിൻ്റെ റിയാക്ഷന് ആൽഡിഹൈഡിലേക്ക് മെത്തനോൾ തന്നെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ഞാൻ കാണിച്ചോട്ടതാ CH3OH. അപ്പോൾ എന്താ കിട്ടുക? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടും ഈ ഓക്സിജൻ കാർബണിലേക്കും ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു നമ്മൾ. അങ്ങനെ നമുക്ക് കിട്ടിയത് CH3 എന്നല്ല ആർന്ന് എഴുതിയത്, അങ്ങനെ തന്നെ ചെയ്തിട്ട് RCEOOH ആകും. ഈ OCH3 ആവും അല്ലേ? ഇനി രണ്ടാമത് മോളിക്യൂളും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ CH3OH വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ H2O പോകുമല്ലോ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? RCOCH3 എന്ന് കിട്ടും. ഈ സാധനത്തിൻ്റെ പേരാണ് എന്ത്? അസറ്റാൽ. നമ്മൾ ആൽഡിഹൈഡ് എന്ന ചാപ്റ്ററിൽ പഠിച്ചത്. അതേപോലെ ഗ്ലൂക്കോസൈഡ് മീൻസ് നമ്മളെ ഈ സാധനം ഉണ്ടല്ലോ, ഏത് ആൽഫ ആൻഡ് ബീറ്റ ഫോം ഓൾറെഡി ഹെമി അസറ്റാലാണ്. ഒരു OR ആയി മാറി. ഒരു OR മറ്റ് OH നിന്നാൽ അതിൻ്റെ പേര് ഹെമി അസറ്റാൽ. ഹെമി അസറ്റാൽ ഇതാണ്. ഇത് ഒരു OR ആയി, ഒരു OH ആയിട്ടാണ്. എന്നാൽ അതിലേക്ക് വീണ്ടും ആൽക്കോൾ ആഡ് ചെയ്താൽ ഈ O എന്തായി മാറും? ഈ Oയും OCH3 ആയിട്ട് മാറും. ഈ Oയുമായിട്ട് R ആയിട്ട് മാറും. അപ്പോൾ ഇതിപ്പോൾ ഇന്റേണലി ഒരു ആൽക്കോൾ ആഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. ഇനി എക്സ്റ്റേണലി ഒരു ആൽക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ CH3OH ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി. രണ്ടാം സ്റ്റെപ്പിൽ ഈ CH3 പകരം ഞാൻ ROH ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും R ആവില്ലേ എന്ന പോലെ ഫസ്റ്റ് ഇത് എന്തുണ്ടാക്കി? ഹെമി അസറ്റാൽ ഉണ്ടാക്കിയതാ. ഹെമി അസറ്റാൽ ഉണ്ടാക്കി. രണ്ടാമത് വീണ്ടും മെത്തനോൾ ആഡ് ചെയ്യുമ്പോൾ ഈ OHും ഇതും കൂടെ ഇവിടെ ഞാനത് കാണിക്കാം. ഈ OHും ഈ OHത്തെ Hും അതേപോലെ ഇവിടുത്തെ OHും കൂടെ H2O പോകും. അങ്ങനെ ഇവിടെ എന്തായി? OCH3 കിട്ടും. OCH3 കിട്ടും. ഞാനത് എഴുതി കാണിക്കാം. ഇതാണ് നമ്മുടെ, ഞാൻ സ്കെലറ്റൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇവിടെ OH ഉണ്ടെന്നിരിക്കട്ടെ. ഇതിപ്പോൾ ആൽഫ ഫോമാണ്, ബീറ്റ ഫോമാണ്. ഇതിലേക്ക് നമ്മൾ മെത്തനോൾ ആഡ് ചെയ്യുകയാണ്. മെത്തനോൾ ആണല്ലോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളത്. എന്താണെങ്കിലും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ H2O പോകും. ആ H2O പോകുന്നത് ഞാൻ വേറെ കളറിൽ തന്നെ കാണിച്ചോട്ടെ. ഇങ്ങനെ H2O പോകും. പോയാലോ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഉണ്ടാവും ഇങ്ങനെ. ഇത് ഞാൻ അതേപോലെ സ്കെലറ്റൻ ഇട്ട് കാണിച്ചു. ഇവിടെ ഓക്സിജൻ ഉണ്ട്. പിന്നെ ഇവിടെ എന്തായി മാറും? ഈ OHും Hും കൂടെ H2O പോയി കഴിഞ്ഞാൽ അവിടെ OCH3 കിട്ടും. OCH3 കിട്ടും. ഇവിടെ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടും. ഇതിൻ്റെ പേരാണ് മീഥൈൽ ഗ്ലൂക്കോസൈഡ്. ആൽഫ ആൻഡ് ബീറ്റ മീഥൈൽ ഗ്ലൂക്കോസൈഡ്. മേലക്കായാൽ ബീറ്റ, താഴേക്കാണെങ്കിൽ ആൽഫ. ദാറ്റ്സ് ഓൾ. ഈ സാധനവും ആൽഫ ബീറ്റ വന്നതുകൊണ്ട് ഇതിനെന്ത് വിളിക്കാം? ആനോമേഴ്സ് എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് ആൻ അഡീഷണൽ പോയിന്റ് ടു റിമെമ്പർ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് മെത്തനോൾ ഫോം ആൽഫ ആൻഡ് ബീറ്റ മീഥൈൽ ഗ്ലൂക്കോസൈഡ്. ദേ ആർ ആനോമേഴ്സ് ടു ഈച്ച് അതർ. ഓക്കെ, നെക്സ്റ്റ്. സോ ഇനി ഈ ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട, ഈ ടോപ്പിക്ക് നല്ല കാർബോഹൈഡ്രേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ ഒന്നാണ് മ്യൂട്ടാ റൊട്ടേഷൻ. മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആൽഫയും ബീറ്റയും ഫോമുകൾ ഉണ്ടല്ലോ. ഇനി മുതൽ നമ്മൾ ആൽഫ ബീറ്റ എന്നുള്ള ടേമൊക്കെയാണ് ഉപയോഗിക്കുക. ആൽഫ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റൈറ്റ് സൈഡിൽ OH അല്ലെങ്കിൽ താഴേക്ക് OH. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ OH അല്ലെങ്കിൽ മുകളിലേക്ക് OH. ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഉള്ള രണ്ട് പരസ്പര ഐസോമറുകളാണ് ആനോമറുകൾ, ആൽഫയും ബീറ്റയും. ഈ ആൽഫ ഫോമിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആൽഫ ഫോമിനെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടുന്നിരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളിസിസ് ഒക്കെ നടന്ന് ആൽഫയും ബീറ്റയുമായിട്ട് മാറും. ഇനി ബീറ്റ ഫോം വെള്ളത്തിലിട്ടുന്നിരിക്കട്ടെ, അതും ആ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് പഴയ പോലെ ആൽഫയും ബീറ്റയുമായി മാറും. This process of conversion is called mutarotation. So ആൽഫയെ വെള്ളത്തിലിട്ടാലും ബീറ്റയെ വെള്ളത്തിലിട്ടാലും രണ്ടും അന്യോന്യം ആൽഫ ബീറ്റ മിക്സ്ചർ ആയിട്ട് മാറും. This process of change in optical rotation in aqueous solution with the time is called the mutarotation. അപ്പോൾ ഞാൻ നോക്കിക്കോ, നമ്മുടെ അടുത്ത് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ഉണ്ട്. അതിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നമുക്കറിയാം 112 ഡിഗ്രിയാണ്. അതെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം മിക്സ്ചർ വരും വിത്ത് ബീറ്റ ഫോം. ബീറ്റ പ്ലസ് ഡി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് എഴുതാം. അതേ ഫോമാറ്റിലാണ് എഴുതാം. ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഇതിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എത്രയാ? 19 ഡിഗ്രിയാണ്. ഞാൻ ആൽഫ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും അത് ആൽഫയും ബീറ്റയായിട്ട് മാറും. ബീറ്റ എടുത്ത് വെള്ളത്തിലിട്ടാലും ആൽഫയും ബീറ്റയായിട്ട് മാറും. അങ്ങനെ മാറുന്ന സമയത്ത് ആൽഫ 36% ഉണ്ടാവുക,
ബീറ്റ 63.5% ആണ് ഉണ്ടാവുക. ബാക്കി 0.5% ഓപ്പൺ ചെയിൻ സ്ട്രക്ചറുമാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ ആൽഫ എടുത്തിട്ടാലും തന്നെ അത് ബീറ്റ ആയിട്ട് 63.5%. അത് കാരണം ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ വഴി അത് മോർ സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് ബീറ്റയാണ് മോർ സ്റ്റേബിൾ. അപ്പോൾ ആൽഫ എടുത്ത് വെള്ളത്തിലിട്ടാലും അത് എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ നേരത്തെ കണ്ടുവല്ലോ, നേരത്തെ കണ്ട പോലത്തെ ഞാൻ ജസ്റ്റ് നോക്കട്ടെ, ഇതാണല്ലോ നമ്മുടെ സ്ട്രക്ചർ. ഈ ആൽഫ വെള്ളത്തിലിട്ട് കഴിഞ്ഞത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതായി മാറി. ഇതായിട്ട് പിന്നീട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് 2 ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയാവാം. ഐ റിപ്പീറ്റ്, നമ്മുടെ കയ്യിൽ ഇതാണ് ഉള്ളതെന്ന് ഇരിക്കട്ടെ. വെള്ളത്തിലിട്ടാൽ ഹൈഡ്രോളിസ് നടന്ന് ഈ ബോണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതാവുമല്ലോ. പിന്നെയും കമ്പൈൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയും അറ്റാക്ക് ചെയ്ത് രണ്ടും ഒരേ പോസിബിലിറ്റിയാണ്. പക്ഷെ അവിടെ മോർ സ്റ്റേബിൾ ആവുക ബീറ്റയാണ്. അതുകൊണ്ടാണ് ബീറ്റ എന്തായത് 63.5% വന്നത്. ഓക്കെ, സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് മ്യൂട്ടാ റൊട്ടേഷൻ. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്, ഓൾ റെഡ്യൂസിങ് ഷുഗർ ഷോസ് മ്യൂട്ടാ റൊട്ടേഷൻ. ആ പോയിന്റ് നിങ്ങൾ ഓർത്താൽ മതി. ഓൾ റെഡ്യൂസിങ് ഷുഗർ ഷോസ് മ്യൂട്ടാ റൊട്ടേഷൻ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഓൾ മോണോസാക്കറിഡ് ആൻഡ് ഡൈസാക്കറിഡ് എക്സെപ്റ്റ് സുക്രോസ് ഷോസ് മ്യൂട്ടാ റൊട്ടേഷൻ പറഞ്ഞാൽ പോരെ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു റെഡ്യൂസിങ് ഷുഗർ ഏതൊക്കെയാണ്? ഓൾ മോണോസാക്കറിഡ് ആൻഡ് ഡൈസാക്കറിഡ് എക്സെപ്റ്റ് സുക്രോസ്. സോ ഓൾ റെഡ്യൂസിങ് ഷുഗർ ഷോസ് മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഓൾ മോണോസാക്കറൈഡ്സ് ആൻഡ് ഡൈസാക്കറിഡ് എക്സെപ്റ്റ് സുക്രോസ് ഷോസ് മ്യൂട്ടാ റൊട്ടേഷൻ. ഡൈസാക്കറിഡ് എന്തുകൊണ്ട് മ്യൂട്ടാ റൊട്ടേഷൻ തരുന്നില്ല എന്നുള്ളത് സുക്രോസിനെ പറ്റി പഠിക്കുമ്പോൾ, ഡൈസാക്കറിഡ് അല്ല സുക്രോസ് എന്തുകൊണ്ട് മ്യൂട്ടാ റൊട്ടേഷൻ തരുന്നില്ല, എന്തുകൊണ്ട് റെഡ്യൂസിങ് ഷുഗർ അല്ല എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരം സുക്രോസ് എന്ന ഡൈസാക്കറിഡിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഞാൻ വിശദീകരിക്കും. വളരെ എളുപ്പമാണ്, ഡോൺ വറി. ആ ഭാഗത്തുനിന്ന് നിങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്യൂ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, let us conclude the point regarding glucose. ഇതുവരെ നമ്മൾ ഗ്ലൂക്കോസിനെ പറ്റിയിട്ട് പറയുകയായിരുന്നു. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ പഠിച്ചു. ഗ്ലൂക്കോസിൽ 6 കാർബൺ ഉണ്ടെന്നും ആ സ്ട്രക്ചർ കില്യാനി ഫിഷർ പൊസിഷൻ ഫോമുലയും അതേപോലെ ഹാവർത്ത് ഫോമുലയൊക്കെ പഠിച്ചു. ഫൈനലി നമ്മൾ ഗ്ലൂക്കോസിൻ്റെ എല്ലാ ലെവലിലും എത്തി. ഞാൻ കുറച്ച് പോയിന്റും കൂടി പറയുകയാണേ. ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ഹാവ് 4 കൈറൽ കാർബൺ. ഏതിൽ? ഓപ്പൺ ചെയിനിൽ ഇങ്ങനെ വരക്കുന്ന സാധനത്തിൽ 4 കൈറൽ കാർബൺ ആണുള്ളത്. എന്നാൽ സൈക്ലിക് സ്ട്രക്ചറിൽ 5 കൈറൽ കാർബൺ ഉണ്ട്. So the number of optical isomers corresponds to open chain structure. That means number of optical isomers 2⁴ ആണ്. That is equal 16 ആണ്. ഒന്നും കൂടെ പറയട്ടെ, 5 കൈറൽ കാർബൺ ഉണ്ടെങ്കിൽ 2⁵ 32 ആണ് ശരിക്കും നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് വരേണ്ടത്. എന്നാൽ ഗ്ലൂക്കോസിൽ 16 ഒപ്റ്റിക്കൽ ഐസോമറുകളാണ് ഉള്ളത്. കാരണം സൈക്ലിക് സ്ട്രക്ചർ സ്റ്റേബിൾ അല്ലല്ലോ. സൈക്ലിക് സ്ട്രക്ചറിൻ്റെ 5ാമത്തെ കൈറൽ കാർബണായിട്ട് ബിഹേവ് ചെയ്യുന്ന കാർബൺ ഏതാ? 5ാമത്തെ കൈറൽ കാർബണായിട്ട് ബിഹേവ് ചെയ്യുന്ന കാർബൺ ഇതാണ്. ഈ കാർബൺ എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ജോയിൻ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ. അതുകൊണ്ട് തന്നെ ഇത് കൈറലായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. അത് റസമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പാർട്ട് ഉണ്ടാവുക. നമുക്ക് ഈ 1, 2, 3, 4 ഈ 4 എണ്ണത്ത് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 2⁴ ദാറ്റ് ഈസ് 16 ഒപ്റ്റിക്കൽ ഐസോമറുകളെ നമുക്ക് ഗ്ലൂക്കോസിന് കിട്ടുകയുള്ളൂ. അതാണത് 16. ഏതൊക്കെയാണ് ആ 16? പറയട്ടെ. നേരത്തെ നമ്മൾ എണ്ണിയ ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ്, ഗുലോസ്, ഇഡോസ്, അൾട്രോസ്, ടാലോസ്, വൺ മോർ ഇസ് ദർ, ഇൻഡോസ്. ഈ 8ഉം അതിൻ്റെ മിറർ ഇമേജുമാണ് ആ 16. ഓക്കെ, സോ വി ഹാവ് ടോട്ടൽ 2⁴ equal 16 optical isomers. One more point regarding glucose is, in our body 1 mole of glucose produces 38 ATP, which is the efficiency of our body. In our body energy is stored in the form of ATP. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ആണല്ലോ ഈ ATP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ our body 1 mole of glucose produce 38 ATP, which is the efficiency of our body. Okay, this is the point regarding glucose. ഇനി പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബയോമോളിക്യൂളാണ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസിനെ പറ്റി കൃത്യമായി നമ്മൾ പഠിച്ചു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഗ്ലൂക്കോസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ലൂസിഡേഷനും അതിൻ്റെ OH ഗ്രൂപ്പ് എവിടെയാണ് കൃത്യമായ വിശദീകരണം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കാരണം ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഈ എലൂസിഡേഷനൊക്കെ വലിയ തെർപ്പിനോയിഡ് മോളിക്യൂളിലൊക്കെ വലിയ സ്ട്രക്ചറൊക്കെ എലൂസിഡേറ്റ് ചെയ്യാൻ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിലേക്കൊരു സ്റ്റെപ്പ് ചെയ്യാൻ മാത്രമാണ് ഗ്ലൂക്കോസ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ഫ്രക്ടോസിനെ സംബന്ധിച്ച് ഡയറക്റ്റ് സ്ട്രക്ചറിലേക്ക് പോയിട്ട് നമ്മൾ സ്ട്രക്ചർ മാത്രമേ പഠിക്കുന്നുള്ളൂ. വെരി സിമ്പിൾ. നോക്കിക്കോ, ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കാം. ഫ്രക്ടോസ് നേരത്തെ ഗ്ലൂക്കോസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. 6 കാർബൺ ആണ്. ഫോർമുല എന്താ? C6H12O6. ഫ്രക്ടോസ് ഈസ് എ കീറ്റോസ് ആണ്. 6 കാർബൺ ഉണ്ട്. 1, 2, 3, 4, 5, 6. ഇത് CH2OH, ഇതും CH2OH. ഇനി നോക്കണേ, സെക്കൻഡ് കാർബൺ ആണ് കീറ്റോണായി വരുന്നത്.
കാർബോഹൈഡ്രേറ്റുകളിൽ സെക്കൻഡ് കാർബൺ ആണ് കീറ്റോസിൽ കീറ്റോണുകളായിട്ട് വരിക. ബാക്കിയുള്ള കാർബണുകൾ നോക്കിക്കോളൂ. നോക്കണേ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാർബണിൽ വായിച്ച് ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. കണ്ട റൈറ്റ് സൈഡിലേക്കാണ് ഇതിങ്ങോട്ട്. ദിസ് ഈസ് ദ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. റെഡി അല്ലേ? ഇതിൻ്റെ പേരാണ് ആൽഫ ഡി സോറി ഇതിൻ്റെ പേരാണ് സിംപ്ലി ഫ്രക്ടോസ്. ഇതിൻ്റെ പേരാണ് സിംപ്ലി ഫ്രക്ടോസ്. ഇവിടെ എന്താ മിസ്സിംഗ് ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ പേരാണ് ഫ്രക്ടോസ്. In it was studied that fructose also exists in equilibrium with its cyclic structure. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ internally they undergoes nucleophilic addition reaction with fifth OH with second ketonic carbon. നമുക്ക് ആ സൈക്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രൂപം എങ്ങനെയുണ്ട് നോക്കാം. നോക്കിക്കോ, ഈ ഫിഫ്ത്തിലെ കാർബൺ, ലെറ്റ് മീ കൗണ്ട് ദ കാർബൺ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്തിലെ കാർബൺ വന്നിട്ട് സെക്കൻഡിലെ കീറ്റോണിലേക്ക് ആഡ് ചെയ്യുന്നു. നോക്കിക്കോളൂ. സോ സെക്കൻഡ് കാർബൺ ആണിത്. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. ഇനി നോക്കണേ, സെക്കൻഡ് കാർബണിലെ കീറ്റോണിക് കാർബണിൽ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനിലേക്ക് ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ആ കാർബണിലേക്ക് ഈ ഓക്സിജൻ ആഡ് ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്? നോക്ക്, ഈ ഓക്സിജൻ നേരെ ഈ കാർബണിലേക്ക്, ഈ ഹൈഡ്രജൻ നേരെ ഈ ഓക്സിജനിലേക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക നോക്കിക്കോ. ഈ ഓക്സിജൻ നേരെ ഈ കാർബണിലേക്ക്, ഈ ഓക്സിജൻ്റെ കൂടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ നേരെ ഈ കാർബണിലെ OH ഓക്സിജനിലേക്ക്. ഇനി നോക്ക്, ഈ കാർബണിൽ വേറെ ആരാ ഉള്ളത്? CH2OH ഉണ്ട്. ഞാൻ അതേപോലെ കാണിച്ചു. ഇനി മൂന്നിലെ OH, ദിസ് ഇസ് ദ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ. മൂന്നിലെ OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. അങ്ങോട്ട് ഇതാ. This is the structure obtained by this type of nucleophilic addition at second carbon by fifth OH group. ഇനി ഇതേ സാധനം എങ്ങോട്ട് അറ്റാക്ക് ചെയ്ത പോലെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് പ്ലാനാർ ജോമെട്രി ആയതുകൊണ്ട് ഫ്രണ്ടിലും വരാം ബാക്കിലും വരാം. ബാക്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. സി നോക്കിക്കോ, ഇതേ സാധനം തന്നെ. ഇതിപ്പോൾ അങ്ങോട്ട് വായിച്ചു വന്നത് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. സി 2 3 4 5 6 CH2OH. ഇതിങ്ങനെ ഇങ്ങോട്ട് ഞാൻ കുറച്ച് വലുതാക്കി വരയ്ക്കാൻ വേണ്ടി CH2 ഗ്രൂപ്പും കൂടെ എഴുതാനുള്ള സ്പേസ് വേണം. അത് കുറച്ച് അങ്ങോട്ട് വൈഡാക്കി വരച്ചത്. സോ 1 2 3 തേർഡിലെ OH ലെഫ്റ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. ഇവിടെ ഹൈഡ്രജൻ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഇന്റേർണലി ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടന്ന് സൈക്ലിക് ഹെമി അസറ്റൈൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫ്രക്ടോസും ഈ പറഞ്ഞ പോലെ എന്താവും? സൈക്ലിക് സ്ട്രക്ചറിൽ നിലനിൽക്കും. അതിൽ OH റൈറ്റ് സൈഡിലേക്കുള്ളതിൻ്റെ പേരാണ് ആൽഫ ഡി ഫ്രക്ടോസ്. നാച്ചുറലി ഒക്കറിങ് ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. അതുകൊണ്ട് ഇതിനെ ലീവോസ് എന്ന് വിളിക്കണം അല്ലേ? പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നേരത്തെ നമ്മൾ ഗ്ലൂക്കോസിനെ പറ്റി പറഞ്ഞപ്പോൾ റൈബോസ്, അതിൻ്റെ ഫ്രക്ടോസ് ഫോർമുലയെ നമ്മൾ എന്താ വിളിച്ചത്? റിബുലോസ്. സൈലുലോസ്. അതേപോലെ എറിത്രുലോസ്. അപ്പോൾ ഇതെന്ത് വിളിക്കണം? ലീവോസ് ആണെങ്കിൽ എന്ത് വിളിക്കേണ്ടി വരും? ലീവുലോസ്. ഫ്രക്ടോസിനെ ലീവുലോസ് എന്ന് വിളിക്കും. ബിക്കോസ് ഇറ്റ്സ് നാച്ചുറലി ഒക്കറിംഗ് ഫോം ഈസ് ലീവോ റൊട്ടേറ്ററി. അപ്പോൾ ഞാൻ ഇതിനെ വിളിക്കട്ടെ ആൽഫ ഡി മൈനസ് ഫ്രക്ടോസ് എന്ന് വിളിക്കാം. ആൽഫ ഡി മൈനസ് ഫ്രക്ടോസ്. ഇതാണെങ്കിലോ ഇത് ബീറ്റ ഫോമാണ്. OH ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് ബീറ്റ ഡി മൈനസ് ഫ്രക്ടോസ് എന്ന് ഇതിനെ വിളിക്കാം. സോ അത് ആൽഫ ഡി, ഇത് ബീറ്റ ഡി. ഓക്കെ, അത്രയുള്ള വ്യത്യാസം. ഇനി ഇതിനെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിലൊന്നും പ്രശ്നമില്ലല്ലോ, ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഈ കാർബൺ സോ കോൾഡ് ആനോമറിക് കാർബൺ. ഈ ആനോമറിക് കാർബണിലെ OHൻ്റെ കോൺഫിഗറേഷൻ മാത്രം മാറിയിട്ടുള്ളൂ. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഇത് റൈറ്റ് സൈഡിലേക്കാണ്. ദേ ആർ കോൾഡ് ആനോമേഴ്സ്. നേരത്തെ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ആനോമേഴ്സ് ആണെന്ന് പറഞ്ഞ പോലെ ആൽഫ ഡി ഫ്രക്ടോസും ബീറ്റ ഡി ഫ്രക്ടോസും ആനോമറുകളാണ്. ഹിയർ ബീറ്റ, ദർ ആൽഫ. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇനി ഇത് സൈക്ലിക് സ്ട്രക്ചർ തന്നെയാണെങ്കിലും ഇത് ഏത് ഫോമിലാണ്? ഈ ഫോമിന് എന്താ പറയുക? ഫിഷർ പ്രൊജക്ഷൻ ഫോമുല. ഇനി ഹാവർത്ത് ഫോർമുലയിൽ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഹാവർത്ത് ഫോർമുലയിൽ ഫ്രക്ടോസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോക്കിക്കോ. ദിസ് ഈസ് ദ ഹാവർത്ത് ഫോർമുല പറയുമ്പോഴേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 1 2 3 4 5 5 കോർണറുള്ള റിങ്ങേ വരയ്ക്കേണ്ടതുള്ളൂ. നേരത്തെ ഗ്ലൂക്കോസിന് 6 കോർണറുള്ള റിങ് വരയ്ക്കേണ്ടി വന്നു. 6 കോർണറുള്ള ഹെറ്ററോസൈക്ലിക് റിങ്ങിൻ്റെ പേരാണ് പൈറാൻ.
5 കാർബണുള്ള ഹെറ്ററോസൈക്ലിക് റിങ്ങിൻ്റെ പേരാണ് ഫ്യൂറാൻ. യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഫ്യൂറാൻ. ഫ്യൂറാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂറാൻ എന്താണ്? ഇതാണ് എന്താ പറയുക, ഫ്യൂറാൻ. ദിസ് ഈസ് കോൾഡ് ഫ്യൂറാൻ. ഈ ഫ്യൂറാനോട് റിസംബിൾ ചെയ്യുന്ന സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന സ്ട്രക്ചറിന് ഫ്യൂറാനോസ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുക. നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ വരക്കുമ്പോൾ ജസ്റ്റ് മുകളിലേക്കാണ് ഓക്സിജൻ കാണിക്കുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ 2 സ്ട്രക്ചർ വരക്കുന്നു. എന്തിനാ 2 എണ്ണം? ഒന്ന് ആൽഫക്കും ഒന്ന് ബീറ്റക്കും. ദീസ് ആർ ദാറ്റ് ലെഫ്റ്റ് റൈറ്റ് പൊസിഷൻ. സൈക്ലിക്കലി ഞാൻ പറഞ്ഞു ലെഫ്റ്റും റൈറ്റും മാറിയിട്ട് ടോപ്പും ബോട്ടമായിട്ട് മാറും, മേലെയും താഴെയായിട്ട് മാറും. നേരത്തെ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മേലെ, റൈറ്റ് എന്ന് പറഞ്ഞാൽ താഴെ. ഇത് നോക്കിക്കോ. വരക്കാൻ പോകുന്നത് ബീറ്റ. ബീറ്റ ഇത് വരക്കുക, ബീറ്റ അല്ലേ? ബീറ്റയിൽ ഫസ്റ്റ് കാർബൺ ഇതാണ്, CH2OH. അത് ആനോമറിക് കാർബണിൻ്റെ മേലെയോ താഴെയോ? മേലെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റാണ്. ഇതാണ് മേലെ, ഇതാണ് മേലെ, ഇത് താഴെയാണ്. സോ ഐ എം റൈറ്റിംഗ് ഹിയർ CH2OH. CH2OH. ഇവിടെയോ OH. കണ്ടോ കണ്ടോ? ബീറ്റയാണ് വരയ്ക്കുന്നത്. ദിസ് ഇസ് ദ ആനോമറിക് കാർബൺ, അഥവാ ഇത് അല്ലേ? ഈ കാർബണിൽ OH താഴേക്ക് വെച്ചു. സോറി, മേലെ ലെഫ്റ്റ് അല്ലേ? മേലെ ഇത് ലെഫ്റ്റാണ്, ലെഫ്റ്റ് മേലേക്ക്, OH മേലേക്ക്, CH2OH താഴേക്ക്. ഇനി ഈ കാർബണിൽ H താഴേക്ക്, ഈ കാർബണിൽ OH താഴേക്ക്. ഈ കാർബണാണ് എന്ത്? ഈ കാർബണാണ് ഇതിലൂടെ ഈ റിങ്ങിലേക്ക് പോയിട്ടുള്ളത്. കണ്ട, ഈ കാർബണാണ് ഓക്സിജനിലൂടെ ഇങ്ങോട്ട് എത്തിയത്. ഈ കാർബണാണ് ഓക്സിജനിലൂടെ ഇങ്ങോട്ട് എത്തിയത്. അഥവാ 2ഉം 5ഉം കൂടി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. 1 2 3 4 5. 2ഉം 5ഉം കൂടെ ഓക്സിജനിലൂടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഹെമി അസറ്റൈൽ ലിങ്കാണത്. നോക്കിക്കോ. ഇനി അതേപോലെ ബാക്കിയുള്ള പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാ, ഇത് ലെഫ്റ്റാണ്, ലെഫ്റ്റ് മേലെ. ഇവിടെ OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ എന്താണ്? ഇത് ഏതാ കാർബൺ? സോറി, ഞാൻ എപ്പോഴും പറയും ഈ കാർബൺ ഉണ്ടല്ലോ, ഈ കാർബണിൽ എപ്പോഴും എന്ത് ചെയ്യണം നിങ്ങൾ? CH2OH മുകളിലേക്കാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് എക്സ്ക്യൂസ് മീ, ഇവിടെ Hഉം ഇവിടെ CH2OHഉം, റൈറ്റ്? അതേപോലെ ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല, ഇവിടെ ഒന്നും മാറ്റണ്ട. ഈ സാധനം ജസ്റ്റ് മാറ്റിയത്, അഥവാ ഈ OH ഉള്ളത് മാറ്റിയിട്ട് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ CH2OH തന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കാണിച്ചു. ഇവിടെ അതേപോലെ CH2OH, ബാക്കി അതേപോലെ തന്നെ, ഒന്നും ചെയ്യാനില്ല. OH അവിടെ, H ഇവിടെ, H ഇവിടെ, OH ഇവിടെ, H ഇവിടെ. ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് ദ ഹാവോർത്ത് സ്ട്രക്ചർ. ആൽഫ താഴേക്കുള്ളതിൻ്റെ പേര് ആൽഫ, മുകളിലേക്ക് സോറി OH താഴേക്കുള്ളതിൻ്റെ പേര് ആൽഫ, OH മുകളിലേക്കുള്ളതിൻ്റെ പേര് ബീറ്റ. കിട്ടിയോ? ദിസ് ഇസ് ദ ഹാവോർത്ത് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇനി നോക്കിക്കോ ഒന്നും കൂടെ. ഇവിടെ ആൽഫ ഡി ഫ്രക്ടോസും ബീറ്റ ഡി ഫ്രക്ടോസും വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പേസ് വിട്ടിട്ട് ഞാൻ വരച്ചോട്ടെ. 1 2 3 4 5 6 CH2OH. This is ketone. Can you help me please? തേർഡ് കാർബണിൽ OH ലെഫ്റ്റ് സൈഡ്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡ്. ഇവിടെ H ആണ്, ഇവിടെ OH, ഇവിടെ OH, H. കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ സ്പീഡിൽ വരക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഓക്കെ, ഇത് സൈക്ലിക് സ്ട്രക്ചർ ആയതുകൊണ്ട് ഈ OHഉം ഈ OHഉം കൂടി ജോയിൻ ചെയ്ത പോലെ കാണിക്കണം അല്ലേ? അപ്പോൾ ഞാനത് കാണിച്ചോട്ടെ. ഈ OHഉം ഈ കാർബണും കൂടാണ് ബോണ്ടാക്കുന്നത്. സോ ഈ പാർട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മാറിയിട്ട് CH2OH ആകും. ഇവിടെ OH വരും. ഇതിങ്ങനെ ഇങ്ങോട്ട് ഈ ലിങ്കേജ് ഉണ്ടാക്കും, ഹെമി അസറ്റൈൽ ലിങ്കേജ്. ഇനി ഫ്രക്ടോസിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുക? CH2OH 2 3 4 5. തേർഡ് OH ഇങ്ങോട്ട്, ബാക്കി അങ്ങോട്ട് അല്ലേ? അങ്ങനെയല്ല ഉള്ളത്. ഇത് കീറ്റോൺ ആണ്. സോ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഇങ്ങനെ മായ്ക്കാം. ഇതാണ് ഒറിജിനൽ ഫ്രക്ടോസ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഇത് മാറ്റിയിട്ട് ഞാൻ കാർബണായി കാണിച്ച കൺഫ്യൂഷൻ തരും. ഇവിടെ Hകളാണ്, നത്തിങ് ടു സേ മോർ, Hകളാണ്. ഇനി ഇതിൻ്റെ ബീറ്റ ഫോം. ഓക്കെ, ഇത് ബീറ്റ ഫോമാണ് നമ്മൾ വരച്ചത്. ഇവിടെ ആൽഫയാണുള്ളതല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് തിരുത്താണ്. ഇതാണ് ബീറ്റ ഫോം. സോറി, ഇങ്ങോട്ടുള്ളതാണ് ആൽഫ ഫോം. ഇത് ബീറ്റ ഫോമാണ് നമ്മൾ അറിയാതെ വരച്ചു പോയത്. ഇനി ബീറ്റ ഫോം എങ്ങനെയാണ് ശരിക്കുള്ളത്? ബീറ്റ ഫോമിൽ OH ഇങ്ങോട്ടാണ്. സോ ഞാൻ OH ഇങ്ങോട്ട് കാണിച്ചോട്ടെ. OH ഇങ്ങോട്ടും CH2OH അങ്ങോട്ടും. ഇതിങ്ങനെ അങ്ങോട്ട് വരും നമ്മുടെ കാർബണിലേക്ക്, CH2OH. സോ ഇതിപ്പോൾ 1 2 3 4 5 6 അല്ലേ? 1 2 3 3 OH ഇങ്ങോട്ട്, ബാക്കിയൊക്കെ അങ്ങോട്ട്. ഇവിടെ Hകൾ
Hope you understood. Very interesting and simple. That's beta D fructose. Noku, this alpha stands for OH on anomeric carbon on right side. Then this D stands for second last OH belongs to right side of this particular group. D. This negative implies this is optically levorotatory. Fructose adinte peru. That's all. Ini ivadathe point conclusion. Reduction of fructose gives sorbitol and mannitol. Fructose reduce ചെയ്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, സോർബിറ്റോളും മാനിറ്റോളും ആണ് കിട്ടുക. എന്താ സംഭവം എന്നറിയാം? മാനിറ്റോളും സോർബിറ്റോളും എന്ന് പറഞ്ഞാൽ ഈ കാർബൺ മാറിയിട്ട് CH2OH വരാം. ആ കാർബൺ മാറിയിട്ട് CH2OH വരുമ്പോൾ നോക്കണേ, ആ കാർബൺ മാറി CH2OH വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ CH2OH, ഇവിടെ CH2OH 2 3 4 5 6 ഇവിടെയാണല്ലോ കീറ്റോൺ ഉണ്ടായിരുന്നത്. ആ കീറ്റോൺ റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് OH വരാം, തേർഡിൽ OH ഇങ്ങോട്ട്, 4ഉം 5ഉം അങ്ങോട്ട്. നമുക്ക് H ഇങ്ങോട്ടും OH അങ്ങോട്ടും വരാം, തിരിച്ച് ഇങ്ങോട്ട് OHും അങ്ങോട്ട് Hും വരാം. എന്താ കാരണം എന്നറിയാമോ? ഈ പ്ലാനാർ കാർബണിൽ റിഡക്ഷൻ നടക്കുമ്പോൾ രണ്ട് രീതിയിൽ റെഡ്യൂസ് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് OH വരുന്ന രീതിയിലും ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലും. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് സ്ട്രക്ചർ കിട്ടിയത്. റൈറ്റ് സൈഡിലേക്ക് OH എങ്കിൽ അതിനെ വിളിക്കും സോർബിറ്റോള്, ലെഫ്റ്റ് സൈഡിലേക്കാണ് OH എങ്കിൽ അതിനെ വിളിക്കും മാനിറ്റോള്. എന്താ ഈ സോർബിറ്റോളും മാനിറ്റോളും വരാൻ കാരണം? സോർബോസിനോട് റിസംബിൾ ചെയ്യുന്ന സ്ട്രക്ചറാണ് സോർബിറ്റോള്, മാനോസിനോട് റിസംബിൾ ചെയ്യുന്നത്. മാനോസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് എന്ന്, അഥവാ OH ഇങ്ങോട്ടുള്ളത്, അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോം വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മാനിറ്റോൾ. സോ അങ്ങോട്ട് സോർബിറ്റോൾ, ഇങ്ങോട്ട് മാനിറ്റോൾ, രണ്ടും കിട്ടും. ഞാനിപ്പോൾ ഇവിടെ സോർബിറ്റോൾ മാത്രമേ വരച്ചിട്ടുള്ളൂ കേട്ടോ. ഫൈൻ. ഇനി മറ്റൊരു ഫോം റിയാക്ഷൻ, ഓക്സിഡേഷൻ വിത്ത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഗീവ്സ് ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് ടാർട്ടാറിക് ആസിഡ്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, NCERT ബുക്കിലില്ല. നൈട്രിക് ആസിഡുമായിട്ട് ഫ്രക്ടോസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൈക്കോളിക് ആസിഡും ടാർട്ടാറിക് ആസിഡുമാണ് കിട്ടുക. ഓക്കെ, സോ ഫ്രക്ടോസിന് പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവറേജ് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് നമ്മൾ വരച്ചു. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വരക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് വരച്ചാൽ നല്ലതാണല്ലോ. ഇവിടെ OH താഴേക്കാണെങ്കിൽ ആൽഫ ഫോം, ഇവിടെ OH ഉണ്ടാവും. സോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാർബൺ ഇതാണ്, തേർഡിൽ OH മേലേക്ക്, ബാക്കിയെല്ലാം താഴേക്ക്. ഇവിടെ H, ഇതിപ്പോൾ CH2OH ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഇത് ആൽഫ ഫോം. ഇനി എന്താ ഉള്ളത്? ഇവിടെ മാത്രം മറിച്ചിട്ട് ഈ OH മേലേക്കും താഴേക്ക് ഈ CH2OH വന്നതിൻ്റെ പേരാണ് ബീറ്റ ഫോം. ഓക്കെ, ദെൻ one more important thing to conclude in the last. Open chain structure of fructose have 3 chiral carbon. നേരത്തെ എത്രയാണ്? ഗ്ലൂക്കോസിന് 4 chiral carbon. So there we calculated 2 raised to 4 equals 16. ഇവിടെ 3 chiral carbon ആണെങ്കിൽ 2 raised to 3 equals 8 ഐസോമർ ആണ്, ഒപ്റ്റിക്കൽ ഐസോമർ ആണ് ഫ്രക്ടോസിനുള്ളത്. ഫ്രക്ടോസിന് 8 ഒപ്റ്റിക്കൽ ഐസോമറുകളാണ്. ഏതൊക്കെയാണ്? 4 ഉണ്ടല്ലോ, ഫ്രക്ടോസ്, ടെഗാറ്റോസ്, സോർബോസ്, സൈക്കോസ്, അതും അതിൻ്റെ മിറർ ഇമേജും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി ഗ്ലൂക്കോസിനെ പോലെ ഫ്രക്ടോസും എന്ത് ചെയ്യും? മ്യൂട്ടാ റൊട്ടേഷൻ കാണിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രക്ടോസിനെ പോലെ ഗ്ലൂക്കോസും മ്യൂട്ടാ റൊട്ടേഷൻ കാണിക്കും, ബിക്കോസ് ഫ്രക്ടോസ് ഈസ് എ മോണോസാക്രൈഡ്. സോ നമ്മൾ മോണോസാക്രൈഡുകളെ പറ്റിയിട്ടുള്ള പഠനം ഇവിടെ കഴിയാണ്. മോണോസാക്രൈഡ് ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായി മനസ്സിലായല്ലോ. ഫ്രക്ടോസിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞില്ല. ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ സുക്രോസിന് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. അപ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാവും, അപ്പോഴും ഫ്രക്ടോസ് കിട്ടും. പിന്നെ എനുലിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രക്ടോസാണ് കിട്ടുക. ബാക്കി ഫ്രക്ടോസ് ഗ്ലൂക്കോസിനേക്കാളും കുറച്ചും കൂടി സ്വീറ്ററാണ്, മധുരം കൂടുതലാണ് ഗ്ലൂക്കോസിനേക്കാളും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മോണോസാക്രൈഡ്.